യേശു കർത്താവ് ഈ ഭൂവിൽ വന്നപ്പോൾ നമ്മുടെ കർത്താവ് അനവധി അപമാനങ്ങൾ സഹിക്കേണ്ടി വന്നു. യേശു സഹിച്ച ഏറ്റവും വലിയ അപമാനമായി ഞാൻ കാണുന്നത് ജനമധ്യത്തിൽ വിവസ്ത്രനാക്കപ്പെടുന്ന അവസ്ഥയാണ്. എല്ലാവരും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം. നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവിനെ വിസ്തരിക്കുമ്പോൾ പീലാത്തോസ് അവനെ അടിപ്പിച്ചു വിട്ടയക്കുമെന്ന് പറഞ്ഞു. പുരുഷാരം അവനെ കയ്യേറ്റുന്നുണ്ട്. എങ്ങനെ ആ പുരുഷാരം കയ്യേറ്റെന്നറിയാമോ? അവനെ അടിക്കുവാനായി ഒരു കൽത്തൂണോട് ചേർത്ത് നിർത്തുമ്പോൾ നമ്മുടെ കർത്താവിൻ്റെ ശരീരത്തിലെ വസ്ത്രം മുഴുവൻ ഉരിഞ്ഞു മാറ്റി. വിശുദ്ധ വേദപുസ്തകം എന്നോടൊപ്പം നിൽക്കുന്നു. കാണുന്നവർ മുഖം മറച്ചു കളയത്തക്കവണ്ണം അവൻ നിന്ദിതനായിരുന്നു. ജനക്കൂട്ടത്തിൻ്റെ മധ്യത്തിൽ വെച്ച് വസ്ത്രമുരിയപ്പെടുന്ന അവസ്ഥ, അതിനേക്കാൾ വലിയ അപമാനമില്ല. ഏദൻ പൂങ്കാവനത്തിൽ ആദാമ്യവർഗം നഷ്ടപ്പെടുത്തിയ തേജസ്സിൻ്റെ വസ്ത്രം തിരികെ നൽകുവാൻ കർത്താവ് നമുക്ക് വേണ്ടി വിവസ്ത്രനായി. ഹല്ലേലൂയ. അതിനേക്കാൾ വലിയ അപമാനമില്ല പ്രിയപ്പെട്ടവരെ. യേശു കർത്താവ് സഹിച്ച മറ്റൊരു അപമാനം ഞാൻ പറയാം. അത് മറിയുടെ മകൻ എന്ന വിളിയായിരുന്നു. മറിയുടെ മകൻ. മറിയുടെ മകൻ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം അപ്പനാരെന്നറിയാത്തവനെന്നാണ്. യഹൂദന്മാർ അപ്പന്മാരുടെ പേരിൽ അറിയപ്പെട്ടവരാണ്. ക്രിസ്ത്യാനികളും അങ്ങനെയാണ്. അബ്രഹാമിൻ്റെ പുത്രനായ ദാവീദിൻ്റെ പുത്രനായ യേശു ക്രിസ്തുവിൻ്റെ വംശാവലി. അബ്രഹാം ഇസഹാക്കിനെ ജനിപ്പിച്ചു. അപ്പന്മാരുടെ പേര് ചേർത്താണ് നമ്മളെല്ലാം എഴുതുന്നത്. മറിയുടെ മകൻ എന്ന് പറഞ്ഞാൽ അതിൽ പദം അപമാനമില്ല, ആക്ഷേപമില്ല. 1-2 വർഷമല്ല, 30 വർഷം യേശു കർത്താവ് സഹിച്ചു. ദൈവദാസ, മറിയുടെ മകൻ എന്ന് പറഞ്ഞാൽ അപ്പനാരെന്നറിയാത്തവൻ. 30 വർഷം. പക്ഷെ 30-ാമത്തെ വയസ്സിൽ യോഹന്നാനാൽ സ്നാനമേൽക്കുവാൻ യോർദാൻ നദിയിൽ യേശു ഇറങ്ങി നിൽക്കുമ്പോൾ സ്വർഗം തുറന്നു. സ്വർഗത്തിൽ നിന്നൊരു ശബ്ദമുണ്ടായി, ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു, ഇവന് ചെവി കൊടുപ്പീൻ. അതിൻ്റെ അർത്ഥം ഇവൻ യോസഫിൻ്റെ പുത്രനല്ല, ഇവൻ മറിയുടെ മകനല്ല, ഇവൻ എൻ്റെ മകനത്രേ. ഓ ശമറഖോനി ഹംതുനിയ. യുവാസ പ്രാർത്ഥനയിൽ ഇന്ന് രാത്രിയിൽ ഇവിടെ വന്ന ദൈവവൈദ്യനോട് പരിശുദ്ധാത്മാവും ഞാൻ പറയാം, 30 വർഷം എൻ്റെ കർത്താവ് സഹിച്ചതിന് 30 സെക്കൻഡ് കൊണ്ട് എൻ്റെ കർത്താവ് ദൈവം മറുപടി നൽകിയെങ്കിൽ 15 വർഷമായി നീ പ്രാർത്ഥിക്കുന്നതിന്, 12 വർഷമായി നീ പ്രാർത്ഥിക്കുന്നതിന് 12 സെക്കൻഡ് കൊണ്ട് ഉത്തരം തരാൻ ഹല്ലേലൂയ ശക്തിയുള്ള കർത്താവ് ഈ രാത്രിയിൽ ഇവിടെ കറങ്ങി വന്നിട്ടുണ്ട്. വാ തുറന്ന് കരമടിച്ച് അന്യഭാഷയിൽ ദൈവത്തെ സ്തുതിച്ചു തുടങ്ങിയാട്ട് യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഈ രാത്രി ഞാൻ നിന്നോട് പറയുന്നു, എല്ലാവരും ശക്തിയോടെ പോരാ, ശക്തിയോടെ വാ തുറന്നാട്ട് കരമടിച്ചാട്ട് ശക്തിയോടെ ദൈവത്തെ സ്തുതിച്ചാട്ട് ഹല്ലേലൂയ. യേശുവിന്റെ നാമത്തിൽ 12 വർഷമായി, 15 വർഷമായി, 10 വർഷമായി നിങ്ങൾ കരയുന്ന വിഷയത്തിന് 12 സെക്കൻഡ് കൊണ്ട് മറുപടി തരാൻ എന്റെ ദൈവത്തിന് കഴിയും. എത്രവർ വിശ്വസിക്കുന്നുണ്ട്? നീ ദീർഘനാളായി കരയുന്ന വിഷയത്തിന് ഇന്ന് രാത്രിയിൽ മറുപടി തരാൻ ദൈവത്തിന് കഴിയുമെന്ന് വിശ്വസിക്കുന്നുണ്ടോ? ഈ രാത്രിയിൽ, ഞാൻ വെറുതെ ഇവിടെ നിന്ന് പറയല്ല, ഇന്ന് രാത്രിയിൽ മറുപടി തരാൻ കർത്താവിന് കഴിയും. കർത്താവിനോട് പറയുന്നു, നിനക്ക് കടന്നു ചെല്ലാൻ കഴിയാത്ത ഇടങ്ങളിൽ ദൈവത്തിന്റെ കരം ഈ രാത്രി കടന്നു ചെല്ലും. ഓ ശമറഖോനി ഹംതുനിയ. നിനക്കെത്താൻ കഴിയാത്ത മണ്ഡലങ്ങളിൽ, നിനക്ക് കടന്നു ചെല്ലാൻ കഴിയാത്ത ഇടങ്ങളിൽ യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ദൈവത്തിന്റെ കരം കടന്നു ചെല്ലും. എല്ലാവരും അച്ചായന്മാരെല്ലാം ഒന്ന് കൈയടിച്ച് വാ തുറന്ന് അല്പസമയ ശക്തിയോടെ സ്തോത്രം പറ. ഒരു പ്രസംഗം കേൾക്കാനല്ല ഇന്ന് രാത്രി ഇവിടെ ഇരിക്കേണ്ടത്, ഒരു വിടുതൽ അനുഭവിപ്പാൻ ഇന്ന് രാത്രി ഇവിടെ ഇരിക്കുക. ദുഷ്ടപിശാച് തടഞ്ഞു വെച്ച നിന്റെ നന്മയുടെ ഉറവകൾ ഈ രാത്രി തുറക്കുന്ന രാത്രിയാകട്ടെ.
Amama Shamtama Rakoni Hamtoria Udama Lakona Hamtoriala Udama Shakori Hamtoniana. ഇസ്രായേൽ മക്കൾ ഫെലിസ്ത്യരുമായി യുദ്ധം ചെയ്തപ്പോൾ യഹോവയുടെ പെട്ടകം പിടിക്കപ്പെട്ടു. പരിശുദ്ധാത്മാവ് ആലോചന പറയാഞ്ഞിട്ടല്ല അവർ പോയത്. ദാൻ മുതൽ ബർശേവ വരെ യഹോവയുടെ വിശ്വസ്ത പ്രവാചകൻ അറിയപ്പെട്ട ശമൂവേൽ പ്രവാചകൻ പറഞ്ഞിട്ടാണ് ഇവർ യുദ്ധത്തിന് പോയത്. ആദ്യം തോറ്റു. പെട്ടകം ഇല്ലാത്തഞ്ഞാത്തെന്ന് പറഞ്ഞ് പെട്ടകവും കൊണ്ടുവന്നു. എന്നിട്ടും പെട്ടകം പിടിക്കപ്പെട്ടു. എന്നെ നോക്കിയേ, പെട്ടകം പിടിക്കപ്പെട്ടു. അവരെതിർത്തോണ്ട് പോയി. ആ പെട്ടകം പിടിക്കപ്പെടാൻ കാരണം ഡ്രൈവിംഗ് സീറ്റിലിരുന്ന ഗുണപ്പെടാത്ത രണ്ടെണ്ണമായിരുന്നു. ഞാൻ ചോദിച്ചു, കർത്താവേ, ഓഫിനെയും പിനേകാസും പാപം ചെയ്തതിന് ഈ പെട്ടകം എന്നാ പറ്റി? പെട്ടകം എന്നാ പഴിച്ചു? പെട്ടകം പിടിച്ചോണ്ട് പോയി. എന്നെ നോക്കിക്കേ, കർത്താവിനോട് പറഞ്ഞ് കേൾക്കണോ? ഈ പെട്ടകം കൊണ്ടുപോയിട്ട് എന്നാ പറ്റിയെന്നറിയാവോ? യോമാർ ഈ പെട്ടകം കൊണ്ടുവച്ചിടത്തെല്ലാം ദൈവത്തിൻ്റെ കരം ഭാരമായി. പരിശുദ്ധാത്മാവ് പറഞ്ഞു, മോനെ, ഇസ്രായേൽ മക്കൾ യുദ്ധം ചെയ്തിരുന്നെങ്കിൽ ബോർഡർ യുദ്ധമേ നടക്കത്തുള്ളായിരുന്നു, അകത്തേക്ക് കയറത്തില്ലായിരുന്നു. പക്ഷേ യഹോവയുടെ പെട്ടകം അകത്തേക്ക് കയറി ചെന്നു. എന്ന് പറഞ്ഞാൽ ഇസ്രായേൽ പട്ടാളക്കാർക്ക് കടന്നു ചെല്ലാൻ കഴിയാത്തിടത്ത് ദൈവത്തിൻ്റെ പെട്ടകം കടന്നു ചെന്ന് ചിലത് ചെയ്തിട്ട് മടങ്ങി വന്നു. കരയുന്ന നിന്നോട്, പ്രാർത്ഥിക്കുന്ന നിന്നോട് പരിശുദ്ധാത്മാവ് പറയുന്നു, നിനക്ക് കടന്നു ചെല്ലാൻ കഴിയാത്ത ഇടങ്ങളിലേക്ക് ദൈവത്തിന്റെ കരം കടന്നു ചെല്ലും. ഓ ഷമറോനിയ, ഹോവിയുടെ പെട്ടകം കടന്നു പോകും. പാസ്റ്റർ രാജു പൂവക്കാര, നിങ്ങളുടെ കരഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് കടന്നു ചെല്ലാൻ കഴിയാത്തിടങ്ങളിൽ ഹോവിയുടെ പെട്ടകം കടന്നു ചെല്ലും. കരങ്ങളടിച്ച ശക്തിയോടെ ശക്തിയോടെ അന്യഭാഷ ദൈവത്തെ മഹത്വപ്പെടുത്തുകയെ. Amdama Ramthoni Hamtoriana Udama Shapto Rikoli Hamtonia Udama Rakoni Hamtoriana. വിശ്വസിക്ക്. നിങ്ങളുടെ സ്തോത്രം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ, നിങ്ങളുടെ ഹല്ലേലൂയ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ആ കലങ്ങളിൽ ദൈവപ്രവൃത്തി വെളിപ്പെടും. ഒരു വിൻവാക്ക് ഞാൻ പറയുകയില്ല. ബോംബെയിലും മദ്രാസിലും കൽക്കട്ടയിലും ന്യൂയോർക്കിലും ഹൂസ്റ്റണിലും കുവൈറ്റിലും നിനക്ക് വേണ്ടി അത്ഭുതം ചെയ്യുവാൻ എന്റെ ദൈവത്തിന് കഴിയും. വിശ്വസിക്കുന്നവർ ശക്തിയോടെ അന്യഭാഷ ദൈവത്തെ സ്തുതിച്ചേ. ഇവിടെ നിങ്ങൾ സ്തോത്രം പറയുമ്പോൾ ഭവനങ്ങളിൽ, അകലങ്ങളിൽ ഈ രാത്രി യേശുവിന്റെ നാമത്തിൽ അത്ഭുതം നടക്കട്ടെ. യഹോവയുടെ പെട്ടകം പിടിക്കപ്പെട്ടു. പക്ഷേ അത് ദോഷമായില്ല, നന്മയായി മാറി. ഇസ്രായേൽ പട്ടാളക്കാർക്ക് കടന്നു ചെല്ലാൻ കഴിയാത്ര ദൈവകരം കടന്നു ചെന്നു. കർത്താവിനോട് പറയുന്ന അടുത്ത ദൂത് ഞാൻ പറയാം. തിന്മയെന്ന് നിനക്ക് തോന്നുന്നതും നന്മയാക്കി മാറ്റുന്നൊരു ദൈവമുണ്ട്. നിനക്കും നിന്റെ തലമുറയ്ക്കും എതിരായി പിശാച് ചെയ്യുന്നത് പോലും നന്മയാക്കി തിരിച്ചു വരുത്തുന്നൊരു ദൈവമുണ്ട്. നന്മയാക്കി മാറ്റുന്ന കർത്താവുണ്ട്. നിന്റെ തലമുറയ്ക്കെതിരായി, നിനക്കെതിരായി, നിന്റെ കുടുംബത്തിനെതിരായി, തിന്മയായി ഓ ഷറഖോനിയ പിശാച് ചെയ്യുന്നത് പോലും നന്മയാക്കി തിരിച്ചു വരുന്ന ദൈവമുണ്ട്. പോരാ ശക്തിയോടെ അന്യഭാഷ ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് പറ, എനിക്ക് വിരോധമായി, തിന്മയായി പിശാച് എഴുതുന്നത് പോലും നന്മയാക്കി മാറ്റുന്ന ഒരു ദൈവമുണ്ട്. ഒന്ന് ശക്തിയോടെ ദൈവാത്മാവിൽ നിന്ന് ആരാധിച്ചേ ദൈവമക്കളെ. അത് ഞാൻ പിന്നെ പറയാം. 12 വർഷത്തെ രക്തസ്രാവക്കാരിയെ കർത്താവ് സൗഖ്യമാക്കിയെന്ന 12 സെക്കൻഡ് എടുത്തില്ല. 18 വർഷം കൂനിയായവളെ കർത്താവ് സൗഖ്യമാക്കുവാൻ 18 മിനിറ്റ് എടുത്തില്ല. ഒത്തിരി സമയം കടന്നുപോയെന്ന് നിനക്ക് തോന്നുന്നെങ്കിലും സമയം കടന്നുപോയിട്ടില്ല. ദീർഘനാളത്തെ കണ്ണുനീരിന് സെക്കൻഡുകൾക്കുള്ളിൽ മറുപടി തരുവാൻ ശക്തനായവനെയാണ് നാം സേവിക്കുന്നത്. കൈയൊന്നുയർത്തി ആട്ടി ശക്തിയോടെ സ്തോത്രം പറഞ്ഞേ. ഞാൻ കൂടെ പറഞ്ഞൊരു പദോടെ പറഞ്ഞ ഭാഗം വിടാം. 20 വർഷം യാക്കോബിനെ ലാബാൻ കളിപ്പിച്ചു. എല്ലാവരും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണേ. 10 പ്രാവശ്യം പ്രതിഫലം മാറ്റിയെന്നുണ്ട്. ഒടുവിൽ തമ്പുരാൻ പറഞ്ഞു, ഇനിയും നീ വീട്ടിൽ പോകണം, സ്വന്തം നാട്ടിൽ പോകണം. യാക്കോബ് തൻ്റെ ഭാര്യയും പിള്ളേരുമായി യാത്ര തിരിച്ചു. പക്ഷേ ലാബാൻ വിട്ടില്ല. ലാബാൻ പുറകാലെ വന്നു. പക്ഷേ ആ രാത്രിയിൽ സ്വർഗത്തിലെ ദൈവം വഴിയിലിറങ്ങി നിന്നു. എൻ്റെ മുഖത്തേക്ക് നോക്കി,
തമ്പുരാൻ പറഞ്ഞു, നീ അവനെ തൊട്ടുപോകരുത്, തൊട്ടുപോകരുത്, തൊട്ടുപോകരുത്. ലാബാൻ പറഞ്ഞൊരു പദം കേൾക്കണോ? നിന്നോട് ദോഷം ചെയ്യുവാൻ എൻ്റെ പക്കൽ ശക്തിയുണ്ട്, പക്ഷെ നിന്നോട് ഗുണമെങ്കിലോ ദോഷമെങ്കിലോ ചെയ്യരുതെന്ന് നിൻ്റെ പിതാക്കന്മാരുടെ ദൈവം കഴിഞ്ഞ രാത്രിയിൽ എന്നോട് പറഞ്ഞു. അത് വായിക്കുമ്പോഴൊക്കെ എൻ്റെ കണ്ണും ഹൃദയവും നിറയും. കാരണം 20 വർഷം ലാബാൻ യാക്കോബിനെ കളിപ്പിച്ചു. കരഞ്ഞുകൊണ്ടിരുന്നാട്ട്, പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നാട്ട് ലാബാന് തോന്നി ഇവനൊരു പൊട്ടനാ, ഇവനെ കളിപ്പിക്കാൻ കൊള്ളാം, ഇവനെ പറ്റിക്കാൻ കൊള്ളാം, ഇവന് ഈ എബ്രായനൊരു പൊട്ടനാ, ഒരു മന്ദബുദ്ധിയാ, കളിപ്പിക്കാൻ കൊള്ളാവുന്നവനാ. 20 വർഷം കളിപ്പിച്ചു. പക്ഷെ 20ാമത്തെ വർഷം തമ്പുരാൻ ഇറങ്ങി എന്ന് പറഞ്ഞു, തൊട്ടുപോകരുത്. ലാബാനപ്പോൾ മനസ്സിലായി, കഴിഞ്ഞ 20 വർഷം എൻ്റെ വീട്ടിൽ ഒരു പൊട്ടനെ പോലെ, ഒരു മന്ദബുദ്ധിയെ പോലെ കഴിഞ്ഞ ഈ കൊച്ചൻ, ഈ എബ്രായൻ ഞാൻ ഉദ്ദേശിച്ചയാളല്ല. ഇവന്റെ ദൈവവും എൻ്റെ ദൈവത്തെ പോലെയല്ല. ഇവന്റെ ദൈവം ഇറങ്ങി വരുന്ന ദൈവമാ, ഇവന്റെ ദൈവം ഇടപെടുന്ന ദൈവമാ, ഇവന്റെ ദൈവം സംസാരിക്കുന്ന ദൈവമാ. Rakoni Hanto Riana Ulkama Ratoni Hanto Rihlori Saya Shibala Ubara Modotianas Rushamala Rekoda Masipi. Jesus Hallelujah. ഈ ഹോളിലിരുന്ന് ദൈവത്തെ ആരാധിക്കുന്ന ദൈവമേ, നിന്നെ പലരും കളിപ്പിക്കുന്നുണ്ടായിരിക്കാം, നിന്നെ പലരും വഞ്ചിക്കുന്നുണ്ടായിരിക്കാം, നീ ഒരു പൊട്ടനാണെന്ന് പലരും പറയുന്നുണ്ടായിരിക്കാം. എന്നാൽ യേശുവിന്റെ നാമത്തിൽ ഈ രാത്രി ഞാൻ പറയുന്നു, നീ ആരെന്ന്, നീ സേവിക്കുന്ന ദൈവം ആരെന്ന് ഈ ദിവസങ്ങളിൽ എന്റെ ദൈവം വെളിപ്പെടുത്തും. കരമടി ശന്യഭാഷ ദൈവത്തെ മഹത്വപ്പെടുത്ത്. നീ ആരും ദൈവം വെളിപ്പെടുത്തും, നീ സേവിക്കുന്ന ദൈവം ആരും ദൈവം വെളിപ്പെടുത്തും. Andama Rikoni Udama Shababa Ratona Hatorikana Anduna എല്ലാവരും അല്പസമയുടെ ദൈവത്തെ മഹത്വപ്പെടുത്തിയാട്ട്, യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ കൈകളടിച്ച് അന്യഭാഷ ദൈവത്തെ സ്തുതിച്ചാട്ട് കർത്താവിനോട് പറയുന്നു, ഒരു പൊട്ടനെ പോലെ, മന്ദബുദ്ധിയെ പോലെ നീ പലതും സഹിക്കുന്നുണ്ട്. ചിലർ ചിന്തിക്കുന്നത് നീ ഒരു മന്ദബുദ്ധിയാണെന്ന്, നീ ഒരു പൊട്ടനാണെന്ന്. എന്നാൽ യേശുവിന്റെ നാമത്തിൽ ഞാൻ പറയുന്നു, നീ ആരാണെന്ന്, നീ സേവിക്കുന്ന ദൈവം ആരെന്ന് എന്റെ ദൈവം വെളിപ്പെടുത്തും. അധിക വർഷമൊന്നും വേണ്ട ദൈവം ഇതിലെ. ഏലിയാവിനെ ദൈവം പുഴലിക്കാലിലെടുത്തുകൊണ്ട് പോയി, ഷണ്ണനെ ദൈവം എടുത്തുകൊണ്ടുപോയി. പക്ഷെ 3.5 വർഷം കൊണ്ട് ഒത്തിരി സൂക്ഷ ചെയ്യേണ്ട കർത്താവ് നടന്നുപോയി. നിന്റെ ചിന്ത ഒത്തിരി സമയം കടന്നുപോയെന്നാണെങ്കിൽ ഒന്നുകൂടെ പരിശുദ്ധാത്മാവ് പറയുന്നു, 15 വർഷത്തെ നിന്റെ കണ്ണുനീരിന് 15 സെക്കൻഡ് കൊണ്ട് ദൈവോത്തരം തന്നിരിക്കും. കർത്താവിനോട് സംസാരിക്കുന്ന വിശ്വസിക്കുന്നവർ മാത്രം ആ കൈ ഉയർത്തി സ്തോത്രം എന്ന് പറയും. ഈ കാലഘട്ടത്തിൽ ദൈവസഭയെ അറിയിക്കാൻ കർത്താവ് ഏൽപ്പിച്ചൊരു ദൂതിൻ്റെ ആഴത്തിലേക്ക് ഞാൻ കടക്കാൻ പോകുകയാണ്. എന്നാലെങ്കിൽ ഇടറിപ്പോകാത്തവൻ ഭാഗ്യവാൻ. ഞാൻ പറഞ്ഞ പോലെ ആരായിരുന്നു യോഹന്നാൻ? പരീശന്മാരുടെയും ശാസ്ത്രിമാരുടെയും മുഖത്ത് നോക്കി സിംഹതുല്യം ഗർജിച്ചവൻ, യേശു കർത്താവിനെ സ്നാനപ്പെടുത്താൻ ഭാഗ്യം കിട്ടിയവൻ, മരുഭൂമിയിൽ ഒറ്റയ്ക്ക് നിന്നവൻ, ധൈര്യശാലിയായ യോഹന്നാൻ. ഇവ കർത്താവിൻ്റെ അടുക്കെ ആൾ വെട്ടി ചോദിക്കുക, എന്താ പാസ്റ്റർ ചോദിച്ചേ? വരാനുള്ളവൻ നീ തന്നെയാണോ, ഞങ്ങൾ മറ്റൊരുത്തനായി കാത്തിരിക്കണമോ? അങ്ങനെ ചോദിക്കാനുള്ള കാര്യം എന്താ? യോഹന്നാൻ പ്രതീക്ഷിച്ച പോലെയല്ല കാര്യങ്ങൾ നടന്നത്. യോഹന്നാൻ തടവിലായപ്പോൾ യോഹന്നാൻ വിചാരിച്ചത് യേശു കാരാഗ്രഹത്തെ അടിച്ച് തകർത്ത് ഒരത്ഭുതം നടത്തി യോഹന്നാനെ വെളിയിൽ കൊണ്ടുവരുമെന്നായിരുന്നിരിക്കാം. യോഹന്നാൻ്റെ പ്രതീക്ഷ ഒരു അത്ഭുതത്തിലായിരുന്നു. ഇപ്പം അത്ഭുതം നടക്കും, കർത്താവിനെ പുറത്തു കൊണ്ടുവരും. പക്ഷെ അത്ഭുതം നടന്നില്ല. യോഹന്നാൻ പുറത്ത് വന്നുമില്ല. യോഹന്നാൻ്റെ താലത്തിലെടുത്തു.
പ്രൈസ് സെൻ്ററിൽ ആരാധിക്കുന്ന ദൈവമക്കളെ, നിങ്ങൾ സ്തോത്രം പറഞ്ഞാലും ഇല്ലെങ്കിലും ഞാൻ പറയട്ടെ, നമ്മൾ പ്രതീക്ഷിക്കുന്ന ഒക്കെ സംഭവിച്ചാൽ, നമ്മൾ ആഗ്രഹിക്കുന്ന ഒക്കെ കിട്ടിയാൽ, കർത്താവ് നല്ലവനെന്ന് പാടാൻ എല്ലാവർക്കും കഴിയും. എന്നാൽ പ്രതീക്ഷിക്കാത്ത സംഭവിക്കുമ്പോഴും ആഗ്രഹിക്കാത്ത നടക്കുമ്പോഴും എൻ്റെ ദൈവം നല്ലവനെന്ന് പാടാൻ കൃപ കിട്ടിയവനാ ഭക്തൻ. എത്ര പേർക്ക് കൈ ഉയർത്തിയൊരു സ്തോത്രം പറയാൻ കഴിയും? ഈ ദാവീദ് കാട്ടിപ്പോയി. കാട്ടിൽ കിടന്നും ദാവീദ് പാടി, യഹോവയ്ക്ക് സ്തോത്രം ചെയ്യുവീൻ, അവൻ നല്ലവനല്ലോ, അവൻ്റെ ദയ എന്നേക്കുമുള്ളൂ. നമ്മുടെ താഴ്ചയിൽ നമ്മെ ഓർത്തവനേ, അവൻ നല്ലവനല്ലോ, അവൻ്റെ ദയ എന്നേക്കുമുള്ളത്. ഇതൂടെ നിങ്ങളുടെ ഉള്ളിൽ കയറണം. കാട്ടിൽ പോകേണ്ടി വന്നാലും എൻ്റെ ദൈവം നല്ലവനെന്ന് പാടാൻ കൃപ കിട്ടിയവനാണ് യഥാർത്ഥ ഭക്തൻ. നമ്മൾ പ്രതീക്ഷിക്കുന്നൊക്കെ കിട്ടിയെന്ന് വരാം, കിട്ടിയില്ലെന്ന് വരാം. പ്രതീക്ഷിക്കുന്നൊക്കെ കിട്ടിയാൽ നമ്മുടെ കർത്താവ് നല്ലവനാണ്. കിട്ടിയില്ലല്ലോ. രണ്ട് കാര്യങ്ങൾ ഞാൻ ദൈവമക്കളോട് പറയാം. ഒന്ന്, 1000 പ്രാവശ്യം പറഞ്ഞാലും മതി വരാത്ത 2 വാക്യങ്ങൾ. ഞാൻ പറഞ്ഞല്ലോ, നിങ്ങൾ പ്രതീക്ഷിക്കുന്നതായിരിക്കണം എന്നല്ലല്ലോ കർത്താവ് തരേണ്ടത്. ഒന്നാമത്തെ വാക്യം ഞാൻ പറയാം, 2ാം വാക്യം നിങ്ങൾ പറയേണ്ട 2ാം പദം. 2 പദം 1000 വട്ടം പറഞ്ഞാലും. ഒന്ന്, ദൈവം നമുക്ക് അനുകൂലമെങ്കിൽ. ഉറക്കെ പറയുന്നേ, ദൈവം നമുക്ക് അനുകൂലമെങ്കിൽ. ശബ്ദം ഉയർത്തി തിരുവല്ലായി കേൾക്കുന്ന പറ, ദൈവം നമുക്ക് അനുകൂലമെങ്കിൽ. ലോകം മുഴുവൻ നിങ്ങൾക്ക് അനുകൂലവും ദൈവം നിങ്ങൾക്കെതിരാകുന്നതിനേക്കാൾ ലോകം മുഴുവൻ നിങ്ങൾക്കെതിരാണെങ്കിലും ദൈവം നിങ്ങളോടുകൂടി ഉണ്ടെങ്കിൽ ജയം നിങ്ങൾക്കായിരിക്കും. ഞങ്ങളൊക്കെ നിൽക്കുന്ന അതുകൊണ്ടാണ്. ഒന്നുകൂടെ പറയാം, ഈ ലോകം മുഴുവൻ നിങ്ങൾക്കെതിരും ദൈവം നിങ്ങൾക്ക് അനുകൂലമാണെങ്കിൽ ജയം നിങ്ങൾക്കായിരിക്കും. അതുകൊണ്ടാണ് ദാവീദ് പറഞ്ഞു, എനിക്ക് വിരോധമായി പാളയം ഇറങ്ങിയിരിക്കുന്ന 1000 ജനങ്ങളെ കണ്ട് ഞാൻ ഭയപ്പെടത്തില്ല, കാരണം എൻ്റെ കർത്താവ് എൻ്റെ കൂടെ ഉണ്ട്. ഞാൻ സത്യത്തിൽ ഇന്നിവിടെ പ്രസംഗിക്കാൻ വന്നിരുന്നു. ഇവിടെ വന്നപ്പോൾ ഞാൻ പാസ്റ്ററോട് മാറ്റുക 2-3 കാര്യങ്ങൾ പ്രാർത്ഥിച്ചു വന്നു. അതിലൊന്ന് ഇതായിരുന്നു, 46 സങ്കീർത്തനം, സൈന്യങ്ങളുടെ യഹോവ പറഞ്ഞാട്ടെ, സൈന്യങ്ങളുടെ യഹോവ നമ്മോട് കൂടെയുണ്ട്, യാക്കോബിൻ്റെ ദൈവം നമ്മുടെ ദുർഗമാകുന്നു. ഇവിടെ ഇരിക്കുന്ന എത്ര പേർക്ക് തൻ്റെ ഇടത്തോട് പറയാൻ കഴിയും ദൈവം എൻ്റെ കൂടെ ഉണ്ടെന്ന്? കൈയൊന്ന് ഉയർത്തി പറ, യഹോവ എൻ്റെ കൂടെ ഉണ്ട്, ദൈവം എൻ്റെ കൂടെ ഉണ്ട്. ആരൊക്കെ ഇന്ന് രാത്രി ഇവിടെ വന്നിട്ടുണ്ടെന്നുള്ളതോ ആരൊക്കെ ഇല്ലെന്നുള്ളതോ നമ്മെ സംബന്ധിച്ച് വലിയ കാര്യമല്ല. നമ്മെ സംബന്ധിച്ച് നമ്മുടെ കർത്താവ് നമ്മുടെ കൂടെ ഉണ്ട്. കൈ അടിച്ച് ദൈവത്തെ സൂചിച്ചുകൊണ്ട് പറ, ആരെൻ്റെ കൂടെ ഇല്ലേലും എൻ്റെ ദൈവം എൻ്റെ കൂടെ ഉണ്ട്. അതാ വരുത്, ദൈവം കൂടെ വേണം. യഹോവ, ദൈവത്തിൻ്റെ സാന്നിധ്യം. ഹല്ലേലൂയ. ഒന്നാമത്തെ പദം അതാണ്, ദൈവം നമുക്ക് അനുകൂലമെങ്കിൽ. 2ാമത്തെ വാക്യം, 1000 പ്രാവശ്യം പറഞ്ഞാലും മതി വരാത്ത വാക്യം. എന്നാൽ ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക്, ഒന്ന് പറയോ മക്കളെ, സകലവും നന്മയ്ക്കായി കൂടി വ്യാപരിക്കും. സകലവും നന്മയ്ക്കായി കൂടി വ്യാപരിപ്പിക്കും. കൈ ഉയർത്തി പറ, സകലവും നന്മയ്ക്കായി കൂടി വ്യാപരിപ്പിക്കും. ഇന്ന് തിന്മയെന്ന് തോന്നുന്നതും അവൻ നന്മയ്ക്കായി കൂടി വ്യാപരിപ്പിക്കും. കൂടി വ്യാപരിപ്പിക്കും. കൂടി വ്യാപരിപ്പിക്കും. ഞാൻ കഴിഞ്ഞ 2-3 ആഴ്ചയുടെ FS ലേഖനം ഞങ്ങളുടെ ചർച്ചിൽ പഠിപ്പിക്കുകയാണ്. FS ലേഖനം നിങ്ങൾക്കറിയാം, ഇവിടെ ഒത്തിരി വചനം പഠിക്കുന്നവരാണ്. 14 ലേഖനങ്ങൾ പൗലോസ് അപ്പോസ്തലൻ എഴുതി. അതിൽ 4 കാരാഗ്രഹ ലേഖനങ്ങളുണ്ട്. ഫിലിപ്പിയ, എഫേസ്യ, കൊലോസ്യ, ഫിലമോൻ. പൗലോസ് അപ്പോസ്തലൻ പലയിടത്ത് കാരാഗ്രഹത്തിൽ കിടക്കേണ്ടി വന്നു. ഒരിടത്തല്ല, പലയിടത്ത് ജയിലിൽ കിടന്നു. ക്രിസ്തുവിൻ്റെ ബദ്ധൻ എന്നാണ്, ജയിലർ എന്നാണ് അദ്ദേഹത്തെക്കുറിച്ച് തന്നെ പറയുന്നത്. അപ്പോൾ ഒരിടത്ത് ജയിലിൽ കിടന്ന് ഇനിയും ജയിലിൽ കിടക്കാതെ നോക്കാനല്ല, അടുത്ത ജയിലിൽ. പക്ഷേ ഈ ലേഖനങ്ങൾ, കാരാഗ്രഹ ലേഖനങ്ങൾ എഴുതിയത് റോമൻ കാരാഗ്രഹത്തിൽ വെച്ചാണ്. എന്നെ നോക്കിയാട്ട് ഈ പൗലോസ് അപ്പോസ്തലനെ പിടിച്ച് കാരാഗ്രഹത്തിൽ ഇട്ട്, അതാ കർത്താവിനോട് പറഞ്ഞത്, ഇട്ടത് സുവിശേഷത്തിൻ്റെ വ്യാപ്തി തടയാനാ. സുവിശേഷത്തിൻ്റെ വ്യാപ്തി തടയാൻ പൗലോസിനെ പിടിച്ച് കാരാഗ്രഹത്തിട്ടിയപ്പോൾ ഈ വയസ്സൻ
അതായത് യഥാർത്ഥി വൈസനല്ല, ഞാൻ പിന്നെ പറയാം. പക്ഷെ അദ്ദേഹം വൈസനെന്നാണ് പറയുന്നത്. അദ്ദേഹം അവിടെ കിടന്ന് കുത്തിക്കുറിക്കാൻ തുടങ്ങി. സ്തോത്രം. കാരാഗ്രഹത്തിൽ കിടന്ന് 4 ലേഖനം എഴുതി. ദൈവനിശ്വാസ്യമായത്, ജനകോടികളെ ഉറപ്പിക്കുന്നത്, ശക്തീകരിക്കുന്നത്. പിശാച് വിചാരിച്ചത് ജയിലിട്ടാൽ ഒതുക്കാമെന്നാ. ഇന്ന് രാത്രി ഞാൻ നിന്നോട് പറയാം, പിശാച് തിന്മയായി ചെയ്യുന്നതും നന്മയാക്കുന്ന ഒരു കർത്താവ് നമുക്കുണ്ട്. ഒന്ന് നന്നായി കൈയടിച്ച് ദൈവത്തെ സ്തുതിച്ചേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. 4 ലേഖനം ഇറങ്ങി, കാരാഗ്രഹ ലേഖനം. സന്തോഷിപ്പീൻ, സന്തോഷിപ്പീൻ, എപ്പോഴും സന്തോഷിപ്പീൻ. എന്തോ ഈടുറ്റ ലേഖനമാ. പൗലോസ് അപ്പോസ്തലൻ എഫെസോസ് ഇന്നായിരുന്ന അന്നത്തെ പ്രസംഗം എഫെസോസുകാർക്കായി മാത്രമേ കിട്ടിയേനെ. പക്ഷെ കാരാഗ്രഹത്തിൽ പോയപ്പോൾ ലോകമുള്ള തൻ്റെ സഭയ്ക്കുള്ള ലേഖനം കൊടുത്തു വിട്ടു. ദൈവം തമ്പുരാൻ എഴുതിപ്പിച്ചു. എഫെസോസ് സഭയുടെ പാസ്റ്ററായിരിക്കുമ്പോഴാണ് യോഹന്നാൻ അപ്പോസ്തലനെ പത്മോസിലേക്ക് നാട് കടത്തുന്നത്. ഞാൻ വെളിപ്പാട് ദിവസം പലപ്പോഴും പ്രസംഗിക്കാറുണ്ട്, നിങ്ങൾ കേൾക്കാറുണ്ട്. സത്യത്തിൽ എഫെസോസിലായിരുന്നെങ്കിൽ ആ ദൂത് ആ സഭയ്ക്കായനെ. പക്ഷേ ഈജിയൻ കടലിടുക്കിൽ പത്മോസ് ദ്വീപിൽ സ്വർഗം തുറന്ന് സ്വർഗദൂതുമായി സ്വർഗസ്ഥനായവൻ ഇറങ്ങിച്ചെന്നപ്പം ആ ദൂത് ലോകമെങ്ങുമുള്ള ദൈവസഭയ്ക്കായി മാറി. ഒരു ദൂതൂടെ ഞാൻ പറയട്ടെ, ഇങ്ങോട്ട് നോക്കിയേ, എൻ്റെ കണ്ണിലോട്ട് നോക്കിയേ. ഈ അപ്പോസ്തലൻ, അദ്ദേഹം വയോധികൻ എന്നെഴുതി എന്നെ ഞെട്ടിപ്പിച്ച് പാസ്റ്ററെ. അദ്ദേഹത്തെക്കുറിച്ച് ഞാൻ കുറേ ദിവസം കൊണ്ട് പഠിച്ചപ്പോഴേ, സത്യത്തിൽ നിങ്ങൾ പഠിച്ചിട്ടുണ്ടോ, അപ്പോസ്തലനായ പൗലോസ് മരിക്കുമ്പം 58-നും 60 വയസ്സിനും ഇടയിലേ ഉള്ളൂ. അത് നമ്മൾ പഠിച്ചോ? അതിൽ കൂടെ ഇല്ല. AD 60-ലാണ് അദ്ദേഹം മരിക്കുന്നത്. അപ്പോൾ അദ്ദേഹത്തിന് 60 വയസ്സിൽ 64-ലാണ് മരിക്കുന്നത്. 60 വയസ്സിന് താഴെയാണ്. 58-ഉം 60 വയസ്സേ അദ്ദേഹത്തിനുള്ളൂ. പക്ഷേ അദ്ദേഹം എഴുതി വെച്ചു പൗലോസ് എന്ന വയസ്സൻ. ഞാൻ ചിന്തിച്ചപ്പോൾ ഇദ്ദേഹം ഈ ഓട്ടോ അധ്വാനം കൊണ്ട് ഈ 60 ആയപ്പോഴാച്ചാൽ എന്തായി? അല്ല, നിങ്ങൾ സെർച്ച് ചെയ്ത് നോക്കി, 60 വയസ്സിനപ്പുറം അദ്ദേഹം പോയിട്ടില്ല. ഇപ്പം ഞാൻ കഴിഞ്ഞ ദിവസം ഒരു ദൈവവൃത്യൻ്റെ ഫ്യൂണറലിൽ പ്രസംഗിച്ചപ്പം പറഞ്ഞു, എടാ ഈ അപ്പോസ്തലനെ 10 വർഷവും കൂടെ സഭയ്ക്ക് കൊടുത്തിരുന്നത് എന്തായിരുന്നല്ലേ? അല്ലേ, ഈ അതിശ്രേഷ്ഠനെ 10 വർഷവും കൂടെ കൊടുത്തായിരുന്നു എന്തായിരുന്നതിനെ അവസ്ഥ? പക്ഷെ ദൈവത്തിൻ്റെ ഹിതം അതായിരുന്നു. പക്ഷെ അത്രയും കാലം കൊണ്ട് 500 സുവിശേഷകന് ചെയ്യാൻ കഴിയാത്ത വേല തെയ്യം തന്നെ ഭൃത്യനെ കൊണ്ട് ചെയ്യിപ്പിച്ചു. ഞാൻ ഒന്നുകൂടെ പറയാം, നിന്നെ കൊണ്ട് ചെയ്യിക്കേണ്ടതെല്ലാം ചെയ്യിച്ചിട്ടേ കർത്താവ് കൊണ്ടുപോകത്തുള്ളൂ. അതല്ലേ കൊറോണ കഴിഞ്ഞ് നമ്മൾ ബാക്കി വന്നത്. ഒന്നുകൂടെ കൈയടിച്ച് സ്തോത്രം പറഞ്ഞേ. ഹാർട്ട് അറ്റാക്ക് വന്നിട്ടും ബ്ലഡ് പ്രഷർ വന്നിട്ടും കൊറോണ വന്നിട്ടും ഇവിടെ നിൽക്കാൻ കാരണം എന്താണെന്നറിയാമോ? നിന്നെ കൊണ്ട് ചെയ്യിക്കേണ്ടത് മുഴുവൻ ചെയ്യിക്കാതെ ദൈവം കൊണ്ടുപോകില്ല. ഓ, കൈയടിച്ച് വാ തുറന്ന് അന്യഭാഷ ദൈവത്തെ സ്തുതിക്ക്. ഹല്ലേലൂയ. നിങ്ങൾക്കൊക്കെ അറിയാം, ഞാൻ എൻ്റെ കാര്യവും നിങ്ങൾക്ക് അറിയാമല്ലോ. നിങ്ങളെനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചറിയാം. ദൈവദാസനുള്ള സഭ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കാതിരിക്കത്തില്ലല്ലോ. ഒരു ജനുവരി മാസം 2021 ജനുവരി മാസം 24-ാം തീയതി എൻ്റെ ഹൃദയസ്പന്ദനം നിലച്ചെന്ന് ചിന്തിച്ചതാ. അല്ലേ ചാ? സ്തോത്രം. എൻ്റെ ഹൃദയസ്പന്ദനം നിലച്ചെന്ന് ചിന്തിച്ചതാ ജനുവരി മാസം 24-ാം തീയതി. പക്ഷെ ഞാൻ പറയട്ടെ, ഈ സെപ്റ്റംബർ മാസം 1-ാം തീയതി നമ്മുടെ പ്രയർ സെൻറ്റർ ഹാളിൽ ഭീമോനച്ച് നിന്ന് പ്രസംഗിക്കണമെന്ന് തമ്പുരാൻ തൻ്റെ ഡയറിയിൽ എഴുതി വച്ചിരുന്നു. ഞാൻ ആയിരങ്ങളോട് വിളിച്ചു പറഞ്ഞു, ഒന്നുകൂടെ നിങ്ങളോട് പറയാം, നിന്നെക്കുറിച്ചുള്ള, നിന്റെ കുടുംബത്തെക്കുറിച്ചുള്ള, നിന്റെ കുഞ്ഞുങ്ങളെക്കുറിച്ചുള്ള പിശാചിൻ്റെ പദ്ധതികൾ പരാജയപ്പെടും. ദൈവത്തിൻ്റെ പദ്ധതി വിജയിക്കും. കരമടിച്ച് അന്യഭാഷ വാതുറം ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് പറ, ദോഷ്ട പിശാചെ വാതുറക്ക്. യേശുവിൻ്റെ നാമത്തിൽ വിളിച്ചു പറ, ദോഷ്ട പിശാചെ, എന്നെക്കുറിച്ചുള്ള, എൻ്റെ കുടുംബത്തെക്കുറിച്ചുള്ള, എൻ്റെ കുഞ്ഞുങ്ങളെക്കുറിച്ചുള്ള, എൻ്റെ സഭയെക്കുറിച്ചുള്ള, ദൈവത്തിൻ്റെ അഭിഷക്തന്മാരെ കുറിച്ചുള്ള നിന്റെ പദ്ധതികൾ പരാജയപ്പെടും. എന്റെ ദൈവത്തിന്റെ പദ്ധതി വിജയിക്കും. ശക്തിയോടെ ഹല്ലേലൂയ. തിന്മയായി ചെയ്യുന്നത് നന്മയാക്കുന്ന ഒരു ദൈവമുണ്ട്. ഇന്നെ നോക്കിയേ നിങ്ങൾ. എന്നെ വളരെ സന്തോഷിപ്പിച്ചൊരു കാര്യം ഞാൻ പറയാൻ ശ്രദ്ധിച്ചേ. ഈ വയോധികൻ അദ്ദേഹത്തിൻ്റെ ഭാഷയിൽ ഇരുമ്പുഴിക്കുള്ളിൽ കിടന്ന്, റോമൻ കാരാഗ്രഹത്തിൽ കിടന്ന് എന്തൊക്കെയോ കുത്തിക്കുറിച്ചുകൊണ്ടിരുന്നു. റോമൻ ഭരണാധികാരികൾക്കത് മനസ്സിലായില്ല.
ഭരണവർഗത്തിനത് മനസ്സിലായില്ല, ജയിലധികാരികൾക്കത് മനസ്സിലായില്ല. ഇന്ന് രാത്രി കർത്താവിൻ്റെ കൃപയിൽ ഞാൻ പറയാം, പിശാചിൻ്റെ സിംഹാസനം ഉള്ളിടത്ത് കിടന്നും നിന്നെ കൊണ്ട് ചെയ്യിക്കേണ്ട ദൈവം ചെയ്യിച്ചു കൊണ്ടിരിക്കും. ഈ അഭിഷക്തൻ കുത്തിക്കുറിച്ചത് എന്തെന്ന് ആ ഭരണാധികാരി അറിഞ്ഞില്ല. അതിക്ക് മനസ്സിലാകുന്ന ഭാഷ ഞാൻ പറയാം. ഏലിയാവിനെ ആകാവു അവൻ്റെ സകല പുങ്കവന്മാരും അന്വേഷിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഏലിയാവ് എങ്ങും പോയിട്ടില്ല, അവിടെ തന്നെ ഉണ്ടായിരുന്നു. അവൻ്റെ മൂക്കിൻ്റെ താഴെ ദൈവം തൻ്റെ അഭിഷക്തനെ ഒളിപ്പിച്ചിരുന്നു. ഇന്ന് രാത്രി ഹാളിൽ വന്ന ദൈവമക്കളോട് പരിശുദ്ധാത്മാവിൽ ഞാൻ പറയാം, പിശാച് കാണാത്തൊരു മറവിടം ദൈവം നിനക്ക് വേണ്ടി ഒരുക്കും. ദുഷ്ടശക്തികൾ കാണാത്ത, അന്ധകാര വ്യാപാരങ്ങൾ കാണാത്ത ഒരു മറവിടം, ഒരൊളിവിടം തൻ്റെ അഭിഷക്തന് വേണ്ടി ദൈവം ഒരുക്കും, തൻ്റെ കുഞ്ഞിന് വേണ്ടി ദൈവം ഒരുക്കും. എത്ര പേർക്ക് ശക്തിയോടെ ആരാധിപ്പാൻ കഴിയും? ഒരാ ശക്തിയോടെ ഹല്ലേലൂയ. ദൈവത്തിന്റെ കൃപ എത്ര വലുതാ! ഒതുക്കാനായി കാരാഗ്രഹത്തിലിടുന്നു, അവിടെ കിടന്ന് കാരാഗ്രഹ ലേഖനം എഴുതുന്നു. 4 ചെറുപ്പക്കാർ ആയിരക്കണക്കിന് മൈൽ അകലേക്ക് ആ ലേഖനവുമായി കടക്കുന്നു. ചൂടാറും മുമ്പ് ദൈവത്തിന്റെ സംവിധാനം നോക്കൂ. കർത്താവിനോട് ഗർജിക്കാൻ പറയുന്നു. നിന്നെ കൊണ്ട് ദൈവം ചെയ്യേണ്ടത് നിന്നെ കൊണ്ട് തന്നെ ദൈവം ചെയ്യിക്കും. ഒരന്ധകാര വ്യാപാരത്തിനും അത് തടയാൻ കഴിയില്ല. ഓ, ശക്തിയോടെ ദൈവത്തെ മഹത്വപ്പെടുത്തി വാ തുറന്ന് പറ കുഞ്ഞെ. ദൈവം നിന്നെ കൊണ്ട് ചെയ്യിക്കാൻ പ്ലാൻ ചെയ്തത് നിന്നെ കൊണ്ട് തന്നെ ദൈവം ചെയ്യിക്കും. തിന്മയായി പിശാച് ചെയ്യുന്നതും നന്മയാക്കുന്നൊരു ദൈവമുണ്ട്. ദോഷമായി ചെയ്യുന്നത് പോലും നന്മയാക്കും. പാസ്റ്ററോട് ചോദിക്കേ, അദ്ദേഹം പറയും, എനിക്കെതിരെ തിന്മയായി ചെയ്തത് എൻ്റെ ദൈവം നന്മയാക്കി. യോസേപ്പിനെ സഹോദരന്മാർ പൊട്ടക്കിണറ്റിലിട്ടത് സിംഹാസനത്തിലെത്തിക്കാനല്ല, രാജാവാക്കാനല്ല, അവിടെ കിടന്ന് ചാകാനാ. നമ്മൾ തന്നെ കൊല്ലണ്ട എന്ന് പറഞ്ഞ് പൊട്ടക്കിണറ്റിലേക്ക് വലിച്ചെറിഞ്ഞു. നിന്റെ ദർശനത്തെ ഇല്ലാതാക്കുവാൻ ദുഷ്ടപിശാചൊരുക്കുന്ന പൊട്ടക്കിണർ നിന്റെ ദർശന സമാപ്തിയുടെ ഒന്നാമത്തെ വാതിലാക്കി എൻ്റെ ദൈവം മാറ്റും. നിന്റെ തലമുറയുടെ ദർശനത്തെ തകർക്കാൻ പിശാചൊരുക്കുന്ന പൊട്ടക്കിണറുകൾ ദർശനത്തിന് ഒന്നാമത്തെ വാതിലാക്കി എൻ്റെ ദൈവം പരിവർത്തനം ചെയ്യും. ദോഷമായൊന്നും ചെയ്യില്ല. കൈ ഉയർത്തി പറ, എൻ്റെ കർത്താവ് ദോഷമായൊന്നും ചെയ്യില്ല. ഒന്ന് വാ തുറന്ന് പറഞ്ഞേ കുഞ്ഞെ, എൻ്റെ കർത്താവ് ദോഷമായൊന്നും ചെയ്യില്ല. നിങ്ങളുടെ ഉള്ളിൽ കയറണം, ഇന്ന് തിന്മയെന്ന് തോന്നുന്നതും അവൻ നന്മയാക്കി മാറ്റി. അതുകൊണ്ട് ഏത് കാലത്തിലും എൻ്റെ കർത്താവ് നല്ലവനെന്ന് പാടാൻ കൃപ കിട്ടിക്കോളും. നമ്മളെ എല്ലാവരും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണേ. എനിക്ക് ഒത്തിരി ക്ഷീണമുണ്ട്, ഞാൻ പറഞ്ഞല്ലോ, നിങ്ങൾക്ക് അറിയാമല്ലോ, സാധാരണ ലെവലല്ല ഞാൻ പ്രസംഗിക്കുന്നത്. ഈ നമ്മൾ ഒത്തിരി ഗാനങ്ങൾ, നല്ല ഗായക സംഘം ഇവിടെയുണ്ട്, ഒത്തിരി ഗാനങ്ങൾ ഇവിടെ പാടാറുണ്ട്. ഒരു ഓളത്തിന് ഒരു ടൈമിൽ സീസണിൽ വരുന്ന പാട്ടുകളുണ്ട്. ആ ടൈമിൽ നമ്മളെല്ലാം അത് പാടും, നമുക്ക് സന്തോഷം, കൈയടിക്കും. ഇപ്പോഴും എനിക്ക് ഇഷ്ടപ്പെടുന്ന പല പാട്ടുകളുണ്ട്, നമ്മൾ ആരാധിക്കുകയൊക്കെ പോകും. പക്ഷെ അത് ആ സീസണിലേ ഉള്ളൂ, അത് കഴിയുമ്പം മാറും. എന്നാൽ നൂറ്റാണ്ടുകൾക്ക് മുമ്പ്, പതിറ്റാണ്ടുകൾക്ക് മുമ്പ് അഭിഷക്തന്മാർ കോറിയിട്ടിട്ട് പോയ ഭാര്യകളുണ്ട്, പാട്ടുകളുണ്ട്. അതിൻ്റെ പുതുമ തീരുന്നില്ല. 1.5 മണിക്കൂറത്തെ പ്രസംഗത്തെക്കാൾ ഒരു പാട്ടിൻ്റെ 2 അടികൾ നിങ്ങളെ ജീവിപ്പിക്കും. നിങ്ങളൊക്കെ നിരാശപ്പെട്ട് അടുക്കളയിൽ ഇങ്ങനെ കറിക്കരിഞ്ഞുകൊണ്ടിരുന്നപ്പം കണ്ണിങ്ങനെ നിറഞ്ഞ്, ഹൃദയം ഇങ്ങനെ നിറഞ്ഞു വന്നപ്പം പരിശുദ്ധാത്മാവ് നിന്റെ നാവിൽ ചില പാട്ടിൻ്റെ അടികൾ തന്നില്ലേ? അതൊരു പ്രവാചക ശബ്ദമല്ലായിരുന്നോ?
കഷ്ടനഷ്ടമേറി വന്നാൽ ഭാഗ്യവാനായി, കഷ്ടനഷ്ടം ഏറി വന്നാൽ ഭാഗ്യവാൻ, കഷ്ടമേറ്റ കർത്താവോടും കൂട്ടാളിയായി തീരുന്നു ഞാൻ. കഷ്ടമേറ്റ കർത്താവോടും കൂട്ടാളിയായി തീരുന്നു ഞാൻ. ദോഷമായിട്ടെന്നോടും എന്റേതാതെ എല്ലാവരും ചേർന്ന് പാടുകേ. ദോഷമായി എന്റേതാതെ ചെയ്യുകയില്ല, എന്നെ ആടിച്ചാലോ അവനെ സ്നേഹിക്കുന്നു, എന്നെ ആടിച്ചാലോ അവനെ സ്നേഹിക്കുന്നു. ഈ പാട്ടിന്റെ പുതുമ മാറുമോ? നമ്മുടെ ഹൃദയങ്ങളോടങ്ങ് ഇടപെടുകയല്ലേ. ഇതുപോലെ എത്രയോ പാട്ടുകൾ. കാരണം നിങ്ങളുടെ ആ ദൈവത്തിൻ്റെ അഭിഷക്തൻ എഴുന്നേറ്റ് ഈ സ്റ്റേജിൽ നിൽക്കുമ്പോൾ അദ്ദേഹം പ്രസംഗിക്കുന്ന ഒരു സന്ദേശം നിങ്ങളുടെ ഹൃദയത്തിൽ ഉടക്കുന്നെങ്കിൽ, നിങ്ങളുടെ കണ്ണുകളെ നനയ്ക്കുന്നെങ്കിൽ ഓർത്തോണം, ആ പ്രസംഗികൻ ആരായാലും എപ്പോഴോ ആ തീക്കകത്ത് ഇറങ്ങി, ആ വേദനയിൽ ഇറങ്ങി. അപ്പോൾ കൂടെ യേശു കർത്താവും ഇറങ്ങി നിന്നു. അദ്ദേഹത്തെ തീക്കകത്ത് നിന്ന് പരിശുദ്ധാത്മാവ് പഠിപ്പിച്ച ദൂത് തരുമ്പോൾ നിങ്ങളുടെ ഉള്ളു പൊള്ളും. A sermon born in head that richly read head. A sermon born in heart that richly heart. A sermon born in spirit that richly spirit. തലച്ചോറിൽ ഉടലെടുക്കുന്ന പ്രസംഗം തലച്ചോറിലേക്ക് വ്യാപിക്കും. ഹൃദയത്തിൽ ഉടലെടുക്കുന്നത് ഹൃദയത്തെ തൊടും. ആത്മാവിലൂടെ എടുക്കുന്നത് ആത്മാവിനെ സ്പർശിക്കും. ദൈവദാസ, നിന്നെ തീക്കകത്ത് ദൈവം ഇറക്കിയത് തന്നെ ഇട്ടേച്ചു പോകാനല്ല, കൂടെ ഇറങ്ങി നിന്ന് നിനക്ക് ആശ്വാസം പകരാനാ. ആയിരങ്ങൾക്ക് നീ ഒരാശ്വാസമാകാനാ. കൈ ഒന്ന് ഉയർത്തിയ ശക്തിയോടെ സ്തോത്രം പറഞ്ഞേ. തീക്കകത്ത് ഇറക്കുന്ന അതിനാ. ഈ ജീവിതയാത്രയിലെ ഏകാന്തതകളും ഒറ്റപ്പെടുത്തലുകളും നിന്നെ തകർക്കാൻ വേണ്ടിയുള്ളവയല്ല, പുതിയ ദർശനം നൽകി നിന്നെ വഴി നടത്താൻ വേണ്ടിയാണ്. ജീവിതത്തിൽ ഒറ്റപ്പെടുത്തലുകൾ വരുമ്പോൾ, ഏകാന്തതകൾ വരുമ്പോൾ, എന്തുകൊണ്ട് എനിക്കിത് വന്നു എന്ന് ദൈവത്തെ ചോദ്യം ചെയ്യാതെ മുട്ടിമേ നിൽക്കുക, കരയുവാൻ തുടങ്ങുക. മേലാൾ സംഭവിപ്പാനുള്ളത് ദൈവം നിന്നെ അറിയിക്കും. നിന്റെ സഭയ്ക്കുള്ള ദൂത്, നിന്റെ കുടുംബത്തിനുള്ള ദൂത്, നിന്റെ ദേശത്തിനുള്ള ദൂത് ദൈവം നിന്നെ ഫലമേൽപ്പിക്കും. കഷ്ടതകളിൽ ദർശനമേറ്റുവാങ്ങുന്ന ദൈവമൊക്കെ ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. കൈയൊന്നുയർത്തിയ ദൈവത്തിന് സ്തോത്രം പറഞ്ഞാണ്. ഞാൻ പാട്ടുകാരനൊന്നും അല്ലെങ്കിൽ ഈ എൻ്റെ ചർച്ചിൽ ഞങ്ങളുടെ പ്രിയ ജിൻസിയൊക്കെ ഇവിടെ ഇരിപ്പുണ്ടല്ലോ, കായംകുളത്തെ എൻ്റെ ചർച്ചിൽ പ്രിയ ദൈവദാസൻ്റെ മകളൊക്കെയാണല്ലോ അവിടുത്തെ ശുശ്രൂഷകർ. ദൈവവചനം പ്രസംഗിക്കാൻ എഴുന്നേറ്റ് നിൽക്കുമ്പോൾ ഇതുപോലെ ചില ഗാനങ്ങൾ ദൈവം എനിക്ക്, എൻ്റെ മോനാണ് ഇന്ന് എൻ്റെ കാർ ഓടിച്ചുകൊണ്ട് വന്നേക്കുന്നത്, ചില പാട്ടുകൾ അതാ സഭയ്ക്കുള്ള ദൂതായിരിക്കും. അതിപ്പം ഡിസ്ട്രിക്ട് മാസിയോധനായാലും അതൊരു ആത്മവ്യാപാരമായി ചിലപ്പോൾ അങ്ങ് മാറും. വലിയ തീകത്തലുണ്ടാകും.
ഞാൻ ദൈവം പ്രസംഗിക്കാൻ കയറി നിൽക്കുമ്പോൾ പരിശുദ്ധാത്മാവിനോട് പറഞ്ഞു, വൻപിച്ച ലോകത്തിരാ കമ്പം തീരുവോളം. പാടിക്കേ പാട്ടുകാരൻ്റെ. വൻപിച്ച ലോകത്തിരാ കമ്പം തീരുവോളം മുമ്പും പിൻപുമായവൻ അൻപോടെ നടത്തും. മുമ്പും പിൻപുമായവൻ അൻപോടെ നടത്തും. കർത്താവിനോട് പറഞ്ഞു, മോനെ, ഈ തിരമാല ഉയർന്നു പൊങ്ങും, ഈ കാറ്റാഞ്ഞടിക്കും, പക്ഷെ നിന്നെ തൊടുവാൻ ഞാൻ സമ്മതിക്കില്ല. ഇതിൻ്റെ ഇടയിലൂടെ ഞാൻ നിന്നെ അക്കരയെത്തിക്കും. കയ്യൊന്നടിച്ച ദൈവാശ ദൈവത്തെ സൂചിച്ചുകൊണ്ട് പറ, ഇത് തൊടാൻ സമ്മതിക്കില്ല. ഓ ബറോഖോ മഹാം തുനിയ. കാറ്റാഞ്ഞടിക്കും, തിരമാല ഉയരും, പക്ഷെ ഈ തിരമാലയുടെ നടുവിലൂടെ ഞാൻ നിന്നെ അക്കരയെത്തിക്കും. നിന്നെ തൊടാൻ ഞാൻ സമ്മതിക്കില്ല. ഒന്ന് ശക്തിയോടെ അന്യഭാഷ ദൈവത്തെ മഹത്വപ്പെടുത്തിക്കുക. ദൈവമക്കളെ, നിന്നെ തകർക്കാനല്ലേ വേദന, നിന്നെ മുടിക്കാനല്ലേ ശോധന, നിന്നെ പൊന്നാക്കി പുറത്തു കൊണ്ടുവരാനാണ്. ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് സകലവും നന്മയ്ക്കായി കൂടി വ്യാപരിക്കും. തിന്മയാക്കി പിശാച് ചെയ്യുന്നതും നന്മയാക്കി പുറത്തു കൊണ്ടുവരും. ഒന്ന് കൈ ഉയർത്തിയാട്ട് ദൈവത്തിന് സ്തോത്രം പറയാം. ഞങ്ങൾക്കെല്ലാം ഈ സന്ദേശം കിട്ടുന്നത് എങ്ങനെയാണ്? God's plan is always the best. Sometimes the process is painful and hard. But do not forget that when God is silent, He is doing something for you. നമ്മുടെ സമയം വളരെ പോകുന്നു. നമ്മെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ പദ്ധതികൾ എപ്പോഴും നല്ലതിനും ശ്രേഷ്ഠകരമായിരിക്കും. പക്ഷെ അതിലേക്ക് നമ്മളെ കൊണ്ടെത്തിക്കുവാൻ ഉള്ള വഴികൾ ദുഃഖകരമായിരിക്കും, കഠിനകരമായിരിക്കും. ചിലപ്പോൾ ദൈവം നമ്മോട് സംസാരിക്കുന്നില്ല എന്ന് നമുക്ക് തോന്നും. പക്ഷെ ഓർക്കുക, ദൈവം നിശബ്ദനായിരിക്കുമ്പോഴും നിനക്ക് വേണ്ടി പ്രവർത്തിക്കാതിരിക്കുന്നില്ല. വലിയൊരു ദൈവപ്രവൃത്തിയുടെ ആരംഭമായിരിക്കും ഇപ്പോഴത്തെ ദൈവിക നിശബ്ദത. ഒന്ന് ശക്തിയോടെ ദൈവത്തിന് സ്തോത്രം പറയാം. പത്രോസ് പറയുന്നു, നാം അവനെ കണ്ടിട്ടില്ലെങ്കിലും സ്നേഹിക്കുന്നു. ദൈവമക്കളെ, നിങ്ങളുടെ ഉള്ളിൽ ഇത് കയറണം. നാം കൽപ്പിക്കുന്നതെല്ലാം ദൈവം ചെയ്യുമ്പോൾ നമുക്കവനെ സ്തുതിക്കാൻ കഴിയും. എന്നാൽ ഞാൻ നിങ്ങളുമായി പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്നത്, ആഗ്രഹിക്കാത്ത സംഭവിക്കുമ്പോഴും പ്രതീക്ഷിക്കാതെ നടക്കുമ്പോഴും എൻ്റെ ദൈവം നല്ലവനെന്ന് പറയാൻ നിങ്ങൾ കൃപ പ്രാപിച്ചുകൊള്ളണം. ദൈവം ചിലപ്പോൾ നിശബ്ദനായിരിക്കും. ഈ യോഹന്നാന്റെ സുവിശേഷം 20-ാം അധ്യായത്തിൽ നമ്മുടെ കർത്താവ് ഉയർത്തെഴുന്നേറ്റ, വേഗത്തിൽ ഞാൻ നിർത്താം, സമയം പോന്നു. ഉയർത്തെഴുന്നേറ്റ ശേഷം വാതിലടച്ചിരിക്കെ ശിഷ്യന്മാരുടെ നടുവിൽ നിങ്ങളുടെ സമാധാനം എന്ന് പറഞ്ഞു. ആ അവസരത്തിൽ ആരവിടെ ഇല്ലായിരുന്നു? തോമസ് അവിടെ ഇല്ലായിരുന്നു. തോമസ് പറഞ്ഞു, ഞാൻ അവൻ്റെ ആണിപ്പഴതിൽ കരമിടുകയും വിലാപ്പുറത്ത് വിരലിടുകയും ചെയ്യാതെ വിശ്വസിക്കുകയില്ല. അടുത്ത വാക്യം ഞാൻ പറഞ്ഞ 20-ാം അധ്യായത്തിൻ്റെ അടുത്ത വാക്യത്തിൽ നമ്മൾ 24-ാം വാക്യം വായിക്കുന്നത്, കർത്താവ് ചില ദിവസം കഴിഞ്ഞ് വീണ്ടും വന്നു. അപ്പോൾ ആരും അവിടെ ഉണ്ടായിരുന്നു? പറഞ്ഞാട്ടെ, തോമസും ഉണ്ടായിരുന്നു. ഇങ്ങോട്ട് നോക്കിയേ, കർത്താവ് തിരിഞ്ഞ് തോമസിന് നേരെ തിരിഞ്ഞിട്ട്, തോമസേ, നിന്റെ വിരൽ ഇങ്ങോട്ട് നീട്ടുക, ഈ ആണിപ്പഴത്തിൽ കരമിടുക, നീ വിലാപ്പുറത്ത് വിരലിടുക എന്ന് പറഞ്ഞു. അപ്പം തേജസ്കരിക്കപ്പെട്ട കർത്താവ് തേജസ്കരിക്കപ്പെട്ട് കഴിഞ്ഞിട്ടും ആ വിലാപ്പുറവും ആ കയ്യിലെ പാടും അവിടെ ഉണ്ടായിരുന്നു. നിത്യതയെ ചെല്ലുമ്പോഴും അതവിടെ കാണും. കാരണം അവൻ നമുക്ക് വേണ്ടി സഹിച്ചത് നമ്മൾ കാണാൻ. എന്നെ ഞെട്ടിപ്പിച്ചതല്ല. പ്രയർ സെൻ്ററിലെ ദൈവമക്കളെ, തോമസ് ആ ഹോളിൽ വെച്ച് പറഞ്ഞത് ആരാണ് യേശുവിനെ അറിയിച്ചത്? നോ ഇൻ്റർനെറ്റ്, നോ വാട്സാപ്പ്, നോ ഇമെയിൽ, നോ ഫോൺ കണക്ഷൻ. ഇപ്പോഴാണ് പറയാം, ആരാടാ ഈ പാസ്റ്ററെ പെട്ടെന്ന് ഇത് ഫോൺ ചെയ്ത് പറഞ്ഞത്? തോമസേ, നീ പറഞ്ഞത് ആരാണ് അറിയിച്ചത്? നിന്റെ ഉത്ഭവങ്ങൾ നിലവുകൾ അറിയുന്ന ഒരുവനുണ്ട്. എല്ലാവരും പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നേ.
അബ്രഹാമിൻ്റെ വീട്ടിൽ 3 പേർ വന്നു. ദൈവമാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അടുത്ത വർഷം ഇതേ സമയത്ത് നിനക്കൊരു മകനുണ്ടാകുമെന്ന് പറഞ്ഞു. കൂടാരത്തിൻ്റെ വാതിക്കൽ നിന്ന്, ശ്രദ്ധിക്കൂ അവർ പറഞ്ഞത്. പക്ഷെ കൂടാരത്തിനകത്ത് നിന്ന സാറാമ്മച്ചി അത് കേട്ടു. അമ്മച്ചി അവിടെ നിന്ന് ചിരിച്ചു. പൊട്ടിച്ചിരിച്ചില്ല, അട്ടഹസിച്ചിരിച്ചില്ല, ഉള്ളിൽ ചിരിച്ചു. കൂടാരത്തിൻ്റെ പുറത്ത് നിന്നവൻ ആ ചിരി കേട്ടു, ആ ചിരി കണ്ടു. ഇത്രയും ബദ്ധപ്പാട് സഹിച്ച് ഉപവാസപ്രാർത്ഥന നിങ്ങളോട് പരിശുദ്ധാത്മാവ് പറയാനുള്ള ദൂത് പറയാതെ വിടില്ല. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന ദൈവവൈതലേ, നീ നിൻ്റെ ബെഡ്റൂമിൽ തുടച്ചു കളഞ്ഞ കണ്ണുനീരുകൾ, ആരും കാണാതെ നീ തുടച്ചു നീക്കുന്ന കണ്ണുനീരുകൾ, ഗൽഗതങ്ങൾ കാണുന്നൊരു സ്വർഗമുണ്ട്. എത്ര പേർക്ക് ഇന്ന് രാത്രി ശക്തിയോട് ദൈവത്തിന് സ്തോത്രം പറയാൻ കഴിയും? ഭാര്യ കാണാതെ, ഭർത്താവ് കാണാതെ, മക്കൾ കാണാതെ, ആരും കാണാതെ നീ തുടച്ചു മാറ്റുന്ന കണ്ണുനീരുകൾ കാണുന്നൊരു സ്വർഗമുണ്ട്. കൈകളടിച്ച് അന്യഭാഷ ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് പറ, എൻ്റെ കണ്ണുനീരുകൾ, എൻ്റെ ഗൽഗതങ്ങൾ, എൻ്റെ വേദനകൾ ആരും കാണുന്നില്ലെങ്കിലും അറിയുന്ന ഒരു സ്വർഗമുണ്ട്. ശക്തിയോടെ ദൈവത്തെ സ്തുതിച്ചാട്ടെ. ഹല്ലേലൂയ. തോമസ് ആരും പറയാതെ പറഞ്ഞത് കർത്താവ് കേട്ടു. ഞാൻ ഒന്നുകൂടെ പറയാം, നീ ആരും കാണാതെ തുടച്ചു കളയുന്ന കണ്ണുനീർ പോലും അവൻ്റെ തുരുത്തിയിലുണ്ട്. ഹല്ലേലൂയ. തോമസിനോട് കർത്താവ് പറഞ്ഞോട്ട് കൈ നീട്ട്. അവൻ ഞെട്ടിപ്പോയി. മൈ ഗോഡ് ആൻഡ് ലോർഡ്, എൻ്റെ കർത്താവും ദൈവമേ. ഉടനെ കർത്താവ് ഒരു കാര്യം പറഞ്ഞു, തോമസേ, നീ എന്നെ കണ്ടതുകൊണ്ട് വിശ്വസിച്ചു, കാണാതെ വിശ്വസിച്ചവർ ഭാഗ്യവാന്മാർ. ഞാൻ പറഞ്ഞാൽ ശ്രമിക്കുന്നത് നിങ്ങൾ ഗ്രഹിക്കേണ്ടത്, കർത്താവിൻ്റെ പ്രവൃത്തി കാണുമ്പോൾ നമുക്ക് വിശ്വസിപ്പാൻ കഴിയും, കാണാത്തപ്പോൾ വിശ്വസിപ്പാൻ കഴിയുമോ? ചിലപ്പോൾ ദൈവം നിശബ്ദനായിരിക്കും. ഗോത്രപിതാവായ യാക്കോബ് 22 വർഷമാണ് കരഞ്ഞത്. 22 വർഷം ജീവിച്ചിരിക്കുന്ന മോൻ മരിച്ചെന്ന് ചിന്തിച്ച് 22 വർഷം കരഞ്ഞു. അത് വായിക്കുമ്പോഴൊക്കെ ഞാനും കരയിപ്പം. ഈ കൊച്ചൻ്റെ അങ്കി എടുത്ത് വെച്ച് മനുഷ്യൻ കരയുക. 22 വർഷം. ഒരു തവണ ദൈവത്തിന് പറയരുതോ, മോനെ നീ കരയണ്ടാടാ, നിന്റെ കുഞ്ഞ് ജീവനോടെന്ന് പറയരുതോ? പറയാവോ? പറഞ്ഞില്ല. മിസ്രൈമിലേക്ക് പോകാൻ റെഡിയായപ്പം തമ്പുരാൻ പറഞ്ഞു, പൊക്കോ, കുഴപ്പമില്ലെന്ന്. പൊക്കോളാൻ. എന്നാ നേരത്തെ ഒന്ന് പറയാകോ, നീ കരയണ്ട. ദൈവത്തിൻ്റെ പ്രഭുവല്ലേ, 22 വർഷം കരയിപ്പിക്കണോ? അല്ല, പറ, നിങ്ങൾ പറ. ഒരു വട്ടം ഒന്ന് പറഞ്ഞാൽ പോരെ, കുഞ്ഞെ നീ കരയൊന്നും വേണ്ട, കൊച്ചൻ അവിടെ ജീവനോണ്ടെന്ന്. പറഞ്ഞില്ല. എന്താ കാര്യം എന്നറിയാമോ? അവൻ ജീവനോടുണ്ടെന്ന് അറിഞ്ഞാൽ യാക്കോബ് അടങ്ങിയിരിക്കത്തില്ല. കൊച്ചൻ എവിടെ ഉണ്ടോ അവിടെ പോയി കൊച്ചനെ തിരിച്ചു കൊണ്ടുവരും. എന്നാൽ ഇന്ന് രാത്രി ഞാൻ പറയാം, യോസഫിനെ തമ്പുരാൻ വീട്ടിൽ നിന്ന് വിളിച്ചിറക്കിയത് അതുപോലെ തിരിച്ചുകൊണ്ട് കേറ്റാനല്ല, പ്രധാനമന്ത്രി കസേരയിലിരുത്താനാ. കയ്യോ നടിച്ചു വാ തുറന്ന് ശക്തിയോട് അന്യഭാഷ ദൈവത്തെ സ്തുതിച്ചേ. ചിലത് മറയ്ക്കുന്നതിൽ ദൈവത്തിന് പദ്ധതിയുണ്ട്, ചിലത് ഒളിപ്പിക്കുന്നതിൽ ദൈവത്തിന് പദ്ധതിയുണ്ട്. ചില പ്രാർത്ഥനകൾക്ക് മറുപടി താമസിക്കുന്നതിൽ ദൈവത്തിന് പ്ലാനുണ്ട് കുഞ്ഞേ. അവിടെ ഒരു കാര്യം കൂടെ ഞാൻ ജോസഫിനെ കുറിച്ച് പറയാം. യോസഫ് സഹോദരന്മാരൊക്കെ ചെന്നപ്പോൾ ഞാൻ മുമ്പേ പറഞ്ഞ പോലെ അവരെ രക്ഷിക്കാൻ വേണ്ടിയല്ല, നമ്മുടെ കൈ കൊണ്ട് ചാകണ്ട എന്ന് പറഞ്ഞ് അവരവനെ പൊട്ടക്കിണറ്റിലിട്ടുക. അത് ഇട്ടതാ അവർ പറഞ്ഞിട്ടല്ല, രൂപയും പറഞ്ഞു നമുക്കായിട്ട് നമ്മുടെ കൊച്ചനെ കൊല്ലണ്ട, ഇവിടെ കിടന്ന് ചാകട്ടെ. പക്ഷേ രൂപേൻ്റെ, ഇങ്ങോട്ട് നോക്കിയേ, രൂപേൻ്റെ അകത്ത് നമ്മൾ കൃത്യസമയം രൂപേൻ്റെ ഉള്ളിലൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. എന്തായിരുന്നു മാമേ? ഇവർ കാണാതെ ഇവനെ കൊച്ചനെ കൊണ്ടുവന്ന് ആരെ ഏൽപ്പിക്കാമെന്ന് വെച്ചാൽ അപ്പനെ ഏൽപ്പിക്കാവുന്ന. പക്ഷേ മിഥ്യാനി കച്ചവടക്കാർ വന്നപ്പോൾ രൂപേനെ അവിടെ കാണുന്നില്ല. രൂപേനെ കാണുന്നില്ല. അപ്പോൾ യഹൂദ എന്നാ പറഞ്ഞു? നമുക്കിവനെ, ഞാൻ ചോദിക്കുന്നു, ഇത്രയും മിനിറ്റിനിടയിൽ ഈ പുള്ളി എവിടെ പോയെന്നേ? എവിടെ പോയി?
പുള്ളി പിടിച്ചിട്ടത് മോനെ പിടിച്ച് അനിയനെ പിടിച്ചോണ്ട് പോവാനാ, തിരിച്ച് അപ്പൻ്റെ അടുക്ക കൊണ്ടുപോവാനാ. പക്ഷേ മിദ്യാന് കച്ചവടക്കാർ വന്ന സമയത്ത് രൂപേനില്ല. ദൈവം രൂപേനെ മാറ്റി. ഒരു സ്തോത്രം ഉറക്കെ പറഞ്ഞേ. ഇല്ല, എന്നാ പറ്റുമെന്നറിയാമോ? രൂപേനെ നീ സഹായിച്ചാൽ വീണ്ടും അവനെ പിടിച്ച് അപ്പൻ്റെ അടുക്ക കൊണ്ടുപോകും. ഒന്നുകൂടെ ഞാൻ പറയാം, ഈ കൊച്ചനെ തമ്പുരാൻ വീട്ടിൽ നിന്ന് ഇറക്കിക്കൊണ്ട് വന്നത് അതുപോലെ അവിടെ കൊണ്ട് കയറ്റാനല്ല, സിംഹാസനത്തിൽ കൊണ്ടിരുത്താനാ. ഇന്ന് രാത്രിയിൽ എന്നെ കേൾക്കുന്ന ദൈവവൈതലേ, ഒരുപക്ഷെ വീഡിയോയിലൂടെ ദൂരെ ഇരുന്ന് കേൾക്കുന്ന ദൈവവൈതലേ, നിന്നെ സഹായിക്കാവെന്ന് പറഞ്ഞത് കൈയൊഴിഞ്ഞോ? നിന്റെ മക്കളെ ഗൾഫിൽ കൊണ്ടുവന്ന് പറഞ്ഞവർ കൈവിട്ടോ? ഭാരപ്പെട്ടു പോകരുത്. ഇവരാരുമല്ല നിന്നെ ഉയർത്തിയത്, സ്വർഗത്തിലെ അപ്പച്ചനാണ് നിന്നെ ഉയർത്തിയത്. കൈയൊന്നടിച്ച ശക്തിയോടെ ദൈവത്തെ സ്തുതിക്ക്. ആരെങ്കിലും ഒക്കെ കൈയൊഴിഞ്ഞെങ്കിൽ, ആരെങ്കിലും ഒക്കെ കാലുമാറിയെങ്കിൽ, ആരെങ്കിലും ഒക്കെ കൈവിട്ടെങ്കിൽ ഭാരപ്പെടരുത്. മനുഷ്യരല്ല നിന്നെ ഉയർത്തിയത്, മനുഷ്യരല്ല നിന്നെ തലമുറ ഉയർത്തേണ്ടത്, സ്വർഗത്തിലെ ദൈവമത്രേ. ഒന്നുകൂടെ കൈ ഒന്ന് ഉയർത്തിയ ശക്തിയോട് സ്തോത്രം പറ. ഈ ദൈവത്തിന്റെ കരുതൽ കണ്ടോ? ഈ യോസഫിനെ കൊല്ലാതിരിക്കാനുള്ള ദൈവത്തിന്റെ കരുതൽ കണ്ടോ? ആദ്യം രൂപേനെ തമ്പുരാൻ മാറ്റി. ദൈവത്തിന് ടൈമിങ് തെറ്റില്ലെന്നേ. നിങ്ങൾ നോക്കിക്കേ, ഈ മിദ്യാന്യ കച്ചവടക്കാർ വരാനിച്ചിരി താമസിച്ചിരുന്നെങ്കിൽ എന്താ സംഭവിച്ചേനെ? യോമാന് ചാപ്പാട് പഠിച്ചിട്ട് വെച്ചാൽ എഴുന്നേറ്റ് പോവും, യോസഫ് അവിടെ കിടന്ന് ചാവും. ഇനി മിദ്യാന കച്ചവടക്കാർ നേരത്തെ വന്നിട്ട് അങ്ങ് പോയിരുന്നെങ്കിൽ എന്തോ പറ്റും? കച്ചവടം നടക്കുമോ? ഇല്ല. നമ്മുടെ കർത്താവ് ഒരിക്കലും നേരത്തെ വരില്ല. നമ്മുടെ കർത്താവ് ഒരിക്കലും താമസിച്ച് വരത്തില്ല. അവൻ തക്ക സമയത്ത് ഇറങ്ങി വരുന്ന ദൈവമാണ്. ഇന്ന് രാത്രി ഒന്നുകൂടെ പറയാ, എൻ്റെ കർത്താവിന്റെ ടൈമിങ് തെറ്റത്തില്ല, സമയം തെറ്റത്തില്ല. ദൈവ പൈതലേ, നിനക്ക് തോന്നുന്നു താമസിച്ചെന്ന്. ഇല്ല, അവൻ താമസിക്കുന്ന ദൈവം അല്ല. ദൈവത്തിന്റെ ടൈമിങ് നോക്കൂ. അവിടെ ഒരു ദൂതോടെ പറഞ്ഞാൻ വിടാം. ദൈവം തൻ്റെ ഭക്തന്മാർക്ക് വേണ്ടി തക്ക സമയത്ത് ഓരോരുത്തരെ ഒരുക്കും. ആദ്യം രൂപേനെ ഒരുക്കി, പിന്നെ യഹൂദയെ ഒരുക്കി, പിന്നെ മിദ്യാനെ കച്ചവടക്കാരനെ ഒരുക്കി, പിന്നെ പൊത്തിഫേറിനെ ഒരുക്കി, പിന്നെ പൊത്തിഫേറിൻ്റെ ആ കാരാഗ്രഹ പ്രമാണി ഒരുക്കി. ഞാൻ പവർ മിഷനിൽ വർഷങ്ങൾ ദൈവവചനം പ്രസംഗിച്ചു. അപ്പോൾ ഒരിക്കൽ ഒരു യോഗത്തിൽ ഒരു മെസ്സേജ് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ കർത്താവിനോട് പറഞ്ഞു, കർത്താവ് ക്രൂശിൽ കിടക്കുക, എല്ലാവരും ഇട്ടേച്ച് പോയി. സത്യത്തിൽ നമ്മുടെ കർത്താവിൻ്റെ ഡെഡ് ബോഡി ഏറ്റുവാങ്ങി അടക്കേണ്ടത് പത്രോസായിരുന്നു. അവരൊക്കെ നേരത്തെ സ്ഥലം വിട്ടു. ആരുമില്ല. ആ ഡെഡ് ബോഡി ഇങ്ങനെ ക്രൂശിൽ കിടക്കുക. അന്ന് അടക്കിയില്ലെങ്കിൽ ഒത്തിരി പ്രശ്നങ്ങളുണ്ടാകും, ഒത്തിരി പ്രവചനം തെറ്റും. കാരണം പിറ്റേ ശബത്താണ്, യൂതന്മാർ ശബത്തെ തൊടത്തില്ല. അത് മാത്രമല്ല, ഇത് ഡെഡ് ബോഡി അവിടെ കിടന്ന് ചെയ്യും, നാറും, കഴുകന്മാർ കൊത്തിപ്പൊറിക്കും, ഈ പ്രവചനമൊക്കെ ഒത്തിരി തെറ്റും. അന്ന് തന്നെ അത് വാങ്ങി അടക്കണം. ആരുമില്ല, കുറച്ച് നേരത്തേക്ക് ആരുമില്ല. കാരണം ഈ പുസ്തകം പറഞ്ഞു, അവൻ ആരുമില്ലെന്ന് വരും. കുറേ നേരത്തേക്ക് അവൻ ആരുമില്ല. എന്നാൽ കുറച്ച് കഴിഞ്ഞപ്പോൾ അരിമത്യക്കാരൻ യോസഫ്, ധനകാര്യ മന്ത്രി, ദൈവരാജ്യത്തെ കാത്തിരുന്നവൻ, ധൈര്യപ്പെട്ട് വന്ന് യേശുവിൻ്റെ ഡെഡ് ബോഡി ചോദിച്ചു. യോസഫ് ഇവനുമായിട്ട് എന്നാ ബന്ധമാ? എത്രയോ അകലെയാ. ഞാനവിടെ വായിച്ചപ്പോൾ ഇങ്ങനെ പറഞ്ഞു, ഞാൻ വിളിച്ചു പറയാൻ പറഞ്ഞു. ഇന്ന് രാത്രി നിങ്ങളോട് ഞാൻ പരിശുദ്ധാത്മാവിൽ പറയാം, ദൈവ പൈതലേ, അല്പസമയത്തേക്ക് നിനക്കാരുമില്ലെന്ന് വരും, അല്പസമയത്തേക്ക് നിനക്കാരുമില്ലെന്ന് തോന്നും. എന്നാൽ യേശുവിൻ്റെ നാമത്തിൽ ഈ രാത്രി ഞാൻ പറയുന്നു, നിനക്കാരുമില്ലാതെ വരികയില്ല. കൈ ഉയർത്തി ദുഷ്ടപിശാചികൾക്ക് വിളിച്ചു പറ, എനിക്കാരുമില്ലാതെ വരില്ലെന്ന് പറ. കരങ്ങളടിച്ച് അന്യഭാഷയിൽ ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് പറ, എനിക്കാരുമില്ലാതെ വരില്ല. ഇത് ദൂതായി വിളിച്ചു പറയണം, എനിക്കാരുമില്ലാതെ വരില്ല. കൈയടിച്ച് അന്യഭാഷ ദൈവത്തെ സൂചിച്ചുകൊണ്ട് പറ. ഇവിടെ ആരാധിക്കാൻ വന്ന ദൈവവൈതലോട് ഞാൻ വ്യക്തമായി പറയുന്നു, നിനക്കാരുമില്ലാതെ വരില്ല. മക്കൾ നോക്കിയില്ലേലും, മരുമക്കൾ നോക്കിയില്ലേലും, അമ്മാച്ചൻ നോക്കിയില്ലേലും, ചിറ്റപ്പൻ നോക്കിയില്ലേലും, നിനക്കാരുമില്ലാതെ വരില്ല. ആരെയെങ്കിലും ദൈവം നിനക്കായി ഒരുക്കും. കൈ ഉയർത്തിക്കൊണ്ട് പറ, ആരെയെങ്കിലും ദൈവം എനിക്കായി ഒരുക്കും. ദൈവം നിനക്കായി ഒരുക്കും. 30 മൈൽ 45 കിലോമീറ്റർ അകലെയാണ് യോസഫ് താമസിക്കുന്നത്. ഇവിടെ പലരും അവിടെയൊക്കെ പോയിട്ടുള്ളവരുണ്ട്, ഞാനും പോയി. അവിടെ വെച്ച് ഞാനും കർത്തൃമേശ നടത്തി. യേശു കർത്താവിനെ അടക്കിയ സ്ഥലം.
ആ തോട്ടത്തിന് നടുക്ക് യോസപ്പേ 45 കിലോമീറ്റർ അകലെയാ നിന്റെ വീട്, നീ എന്തിനാ ഇവിടെ കല്ലറ പണിതിട്ടേ? നീ വെട്ടാത്ത കിണറ്റിൽ നിന്ന് കുടിക്കും, പണിയാത്ത വീട്ടിൽ ദൈവം നിന്നെ താമസിപ്പിക്കും. യോസപ്പിന് അറിഞ്ഞുകൂടായിരുന്നു 45 കിലോമീറ്റർ അകലെ ഒരു കല്ലറ വാങ്ങിത്തിടുന്നതിൻ്റെ ഉദ്ദേശം നിനക്കാരുമില്ലാതെ വരികയില്ല. ദൈവം നിനക്ക് വേണ്ടി ആരോടെങ്കിലും കൽപ്പിച്ചിരിക്കും. ദൈവം നിനക്ക് വേണ്ടി ചിലരോട് കൽപ്പിക്കും. കൈ ഉയർത്തി പറ, ദൈവം എനിക്ക് വേണ്ടി കൽപ്പിക്കും. നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ദോഷമായി ദൈവം ഒന്നും ചെയ്യില്ല. എൻ്റെ പ്രഭാഷണം അവസാനിപ്പിക്കേണ്ടത്, യോഹന്നാൻ ഇടറുവാൻ കാരണം അവൻ്റെ പ്രതീക്ഷ പോലെ കാര്യം നടന്നില്ല. യോഹന്നാനെ കുറിച്ച് ദൈവത്തിൻ്റെ പദ്ധതി രക്തസാക്ഷിയാകണമെന്നുള്ളതായിരുന്നു. യോഹന്നാനെ തലതാലത്തിലെടുത്തു, യേശുവിനെ വന്ന് അറിയിച്ചു. കർത്താവ് ഒരു അനുശോചനം പോലും പറഞ്ഞില്ല. അതൊക്കെ വായിക്കുമ്പോൾ എന്നെ അതിശയിപ്പിക്കാറുണ്ട്. കർത്താവ് എഴുന്നേറ്റ് അവിടുന്ന്. പക്ഷെ അടുത്ത പദം, യേശു ആത്മാവിൻ്റെ ശക്തിയോട് കാലം തികഞ്ഞു, ദൈവരാജ്യം സമീപിച്ചിരിക്കയാൽ മാനസാന്തരപ്പെടുവിനെന്ന് പ്രസംഗിച്ചു തുടങ്ങി. എന്ന് പറഞ്ഞാൽ ഒരു യോഹന്നാൻ്റെ തലയെടുത്തത് കൊണ്ട് സുവിശേഷത്തിൻ്റെ ശബ്ദം ഇവിടെ നിലയ്ക്കില്ല. ഇരട്ടി ശക്തിയോട് മറ്റൊരാൾ പ്രസംഗിച്ചു തുടങ്ങും. യോഹന്നാന്റെ ശിഷ്യന്മാരോട് ഞാനാണെന്നും കർത്താവ് പറഞ്ഞില്ല, ഞാനല്ലെന്നും പറഞ്ഞില്ല. അവർ പോയി കഴിഞ്ഞ ശേഷം യേശു തൻ്റെ ശിഷ്യന്മാരോട് ചോദിച്ചു, നിങ്ങൾ ആരെ കാണാനാണ് പോയത്? 11:7 മുതലുള്ള വാക്യങ്ങൾ. അവർ പോയ ശേഷം യേശു യോഹന്നാനെ കുറിച്ച് പുരുഷാരത്തോട് പറഞ്ഞു തുടങ്ങിയത്, നിങ്ങൾ എന്തു കാണുവാൻ മരുഭൂമിയിലേക്ക് പോയി? കാറ്റിനാൽ ഉലയുന്ന ഓടയോ? അല്ല. എന്തു കാണുവാൻ പോയി? മാധവവസ്ത്രം ധരിച്ച മനുഷ്യനെയോ? മാധവവസ്ത്രം ധരിക്കുന്നവർ രാജഗൃഹങ്ങളിലല്ലോ. അല്ല. എന്തിനു പോയി? ഒരു പ്രവാചകനെ കാണുവാനോ? അതെ, പ്രവാചകനിലും മികച്ചവനെ തന്നെ എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. അടുത്തത്, ഞാൻ എൻ്റെ ദൂതനെ നിനക്ക് മുൻപായി അയക്കുന്നു, അവൻ നിന്റെ മുൻപിൽ നിനക്ക് വഴിയൊരുക്കും എന്ന് എഴുതപ്പെട്ടിരിക്കുന്നവൻ അവൻ തന്നെ. സ്ത്രീകളിൽ നിന്ന് ജനിച്ചവരിൽ യോഹന്നാൻ സ്നാപകനേക്കാൾ വലിയവൻ ആരും എഴുന്നേറ്റിട്ടില്ല. വായിക്കാൻ വേണ്ടിയാണ്. സ്ത്രീകളിൽ ജനിച്ചവരിൽ യോഹന്നാൻ സ്നാപകനേക്കാൾ വലിയവൻ ആരും എഴുന്നേറ്റിട്ടില്ല. സ്വർഗ്ഗരാജ്യത്തിലെ ഏറ്റവും ചെറിയവനോ അവനിലും വലിയവൻ എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയും. കൈ ഉയർത്തി ദൈവത്തിന് സ്തോത്രം പറഞ്ഞാണ് ശക്തിയോട്. അപ്പം നിങ്ങൾ ശ്രദ്ധിച്ചോ, ത്രികാലജ്ഞനായ നമ്മുടെ കർത്താവ് പറഞ്ഞു, സ്ത്രീകളിൽ ജനിച്ചവരിൽ യോഹന്നാനേക്കാൾ വലിയവൻ ഇതുവരെ ആരും ജനിച്ചിട്ടില്ല, ഇനിയും ജനിക്കാൻ പോകുന്നുമില്ല. എന്നാൽ സ്വർഗരാജ്യത്തിലെ ഏറ്റവും ചെറിയവൻ അവനേക്കാൾ വലിയവൻ. നമുക്ക് വിശ്വസിക്കാൻ കഴിയുമോ? അംഗീകരിക്കാൻ കഴിയുമോ? സ്ത്രീകൾ ജനിച്ചവരിൽ യോഹന്നാനേക്കാൾ വലിയവൻ ഉണ്ടായിട്ടില്ലെന്ന് പറഞ്ഞാൽ ഹാബേലിനേക്കാൾ, അബ്രഹാമിനേക്കാൾ, ഇസഹാക്കിനേക്കാൾ, യാക്കോവിനേക്കാൾ, എസ്തേറിനേക്കാൾ, ശലോമോനേക്കാൾ, പൗലോസിനേക്കാൾ, പത്രോസിനേക്കാൾ ആര് വലിയവനാച്ചാ? ഉറക്കം പറ, ആര് വലിയവനാ? വിശ്വസിക്കാൻ പാടാ നിങ്ങൾക്ക്. നെപ്പോളിയൻ ബോണപ്പാർട്ടിനേക്കാൾ, അലക്സാണ്ടറിനേക്കാൾ, സീസറിനേക്കാൾ, ചാർലിമേനേക്കാൾ, എബ്രഹാം ലിങ്കനേക്കാൾ, ലോകം ഇതുവരെ കണ്ടത് ഏതു വലിയവനേക്കാൾ, മഹാത്മജിയേക്കാൾ ആര് വലിയവനാന്ന് നമ്മൾ അംഗീകരിക്കുന്നില്ല. അതാണ് കയ്യിലത്. ഒട്ടരോമം കൊണ്ട് ഉടുപ്പും ധരിച്ച് തോൾവാരും ധരിച്ച് വെട്ടിക്കിളിയും കാട്ടുതേനും ഭക്ഷിച്ച് മരുഭൂമിയിൽ നടന്നവനെ കുറിച്ച് യേശു തമ്പുരാൻ പറഞ്ഞു, അവനേക്കാൾ വലിയവനില്ല. നിങ്ങൾ അംഗീകരിച്ചാലും ഇല്ലെങ്കിലും എൻ്റെ കർത്താവ് പറഞ്ഞു, യോഹന്നാനേക്കാൾ വലിയവനില്ല. ഭൂമിയിൽ ജനിച്ചിട്ടില്ല, ഇനി ജനിക്കാനും പോകുന്നില്ല. എന്താ നമുക്ക് വിശ്വസിക്കാൻ കഴിയാത്തതെന്നറിയാമോ? നമ്മൾ കാണുന്ന പോലെയല്ല കർത്താവ് കാര്യങ്ങളെ കാണുന്നത്. നമ്മുടെ ദൃഷ്ടിയിൽ വലുതായി കാണുന്ന പലതും ദൈവത്തിൻ്റെ ദൃഷ്ടിയിൽ വലുതല്ല. ഞാനൊരു പദം കടത്തി പറയാം. ലോകം കാണുന്നത്, ആത്മീയ ലോകം കാണുന്നത് ഞങ്ങളെപ്പോലെയുള്ള സ്റ്റേജ് പ്രാസംഗികരെയാണെങ്കിൽ, സ്വർഗം കാണുന്നത്
ആരും അറിയാതെ മുണ്ടുമുറുക്കി ഉടുത്ത് പൈപ്പിൽ നിന്ന് പച്ചവെള്ളം കുടിച്ച് വീട് വീടാന്തരം കയറി അടികൊണ്ട് സുവിശേഷം അറിയിക്കുന്ന അഭിഷക്തന്മാരുണ്ട്. കർത്താവ് ഉണ്ടാക്കുന്ന ദിവസത്തിൽ ഇവിടെ ആദരിക്കപ്പെടുന്നവൻ അവിടെ അനാദരിക്കപ്പെടും, ഇവിടെ അനാദരിക്കപ്പെടുന്ന പലരും അവിടെ ആദരിക്കപ്പെടും. നിങ്ങൾ സ്തോത്രം ഹല്ലേലൂയ എന്നും പറഞ്ഞില്ല. നമ്മൾ കാണുന്ന പോലെ അല്ലെന്നേ ദൈവം കാണുന്നത്. എന്നിട്ട് എനിക്ക് സന്തോഷം, അതോടെ പറഞ്ഞു നിർത്താം. സ്വർഗരാജ്യത്തിലെ ഏറ്റവും ചെറിയവൻ അവനേക്കാളും വലിയവൻ എന്ന് പറഞ്ഞാൽ സ്ത്രീയിൽ ജനിച്ച ഏറ്റവും വലിയവൻ യോഹന്നാനാ. അങ്ങ് ചെന്ന് പറ്റിയാൽ ഈ ഭൂമിയിൽ ജനിച്ച ഏറ്റവും വലിയവനേക്കാൾ വലിയവനാ സ്വർഗത്തിലെത്തുന്ന ദൈവ പൈതൽ. യാടാകും എൻ്റെ പ്രിയൻ്റെ സിയോൻപുരിയിൽ ചെന്നു ചേരാൻ ഭാഗ്യമുണ്ടെങ്കിൽ. അപ്പച്ചന്മാരെ മക്കളെ ഇരുത്തി പാടുമായിരുന്നു. ഇപ്പം പാട്ടൊക്കെ ഉണ്ടോ? കൈയടിച്ചേ. കുഞ്ഞാടാകും എൻ്റെ പ്രിയൻ്റെ സിയോൻപുരിയിൽ ചെന്നു ചേരാൻ ഭാഗ്യമുണ്ടെങ്കിൽ ലോകമെന്നെ ത്യജിച്ചാലും ദേഹമെല്ലാം ക്ഷയിച്ചാലും ക്ലേശമെന്നിൽ ലേശമില്ല ദ്വിജനെ ഞാൻ പിന്തുടരും. ക്ലേശമെന്നിൽ ലേശമില്ല ദ്വിജനെ ഞാൻ പിന്തുടരും. എൻ്റെ സമ്പത്തെന്നു ചൊല്ലുവാൻ വേറെയൊന്നും യേശു മാത്രം സമ്പത്താകുന്നു. എൻ്റെ സമ്പത്തെന്നു ചൊല്ലുവാൻ വേറെയൊന്നും. നമ്മളൊക്കെ ഇത് പാടുന്ന വളരെ വിമ്മിഷ്ടപ്പെട്ടൊക്കെയാണ്. കാരണം ഇത് പാടാൻ തന്നെ പറഞ്ഞറിയില്ല. ഞാൻ ഈ കേരളത്തിൽ അനേക കർത്താവിൻ്റെ ദാസൻ ഞാനൊക്കെ ഒത്തിരി വിവാഹ ശുശ്രൂഷ നടത്താറുണ്ട്. ഈ അടുത്ത സമയത്ത് ഈ കോവിഡിന് ശേഷം ഭയങ്കര നിങ്ങൾ ചിലരൊക്കെ പങ്കെടുത്ത് കാണും. ഭയങ്കര ആത്മവ്യാപാരങ്ങളിലേക്ക് ആ ശുശ്രൂഷകൾ മാറുകയാണ്, വിവാഹ ശുശ്രൂഷകൾ. ഈ കുമ്പനാടും തിരുവല്ലായിലും ഒക്കെ നടത്തിയ കല്യാണങ്ങൾ ഈ സ്റ്റേജ് മുതൽ അങ്ങ് വരെ ജനം കരയുകയാണ്. ചെറുപ്പക്കാർ, കല്യാണപ്പെണ്ണും ചെറുക്കനും അപ്പനും പെണ്ണും ഒക്കെ. മിക്ക കല്യാണങ്ങൾക്കും ഭയങ്കര ദൈവസാന്നിധ്യം ഇറങ്ങി വരികയാണ്. ചില യോഗങ്ങൾ വലിയൊരു ആത്മവ്യാപാരത്തിലേക്ക് നീങ്ങി. ഒരു പക്ഷേ നിങ്ങൾ കണ്ടു കാണുക, ഒരു കൊച്ചന്യഭാഷ, പെൺകൊച്ച് അന്യഭാഷ ദൈവത്തെ ആരാധന, കൺവെൻഷനൊന്നും സാധിക്കാത്തത് കല്യാണം സാധിക്കും. അപ്പം ഞാൻ ഇടയ്ക്കൊക്കെ ഈ പാട്ടൊന്ന് പാടും. എന്താ പാടിയേ? എൻ്റെ സമ്പത്തെന്നു ചൊല്ലുവാറെയൊന്നും യേശു മാത്രം സമ്പത്താകുന്നു. നമ്മുടെ പിതാക്കന്മാരിത് പാടിയിട്ടിട്ട് പോയി. നമ്മളെപ്പോലെ വലിഞ്ഞും അഭിനയമല്ലായിരുന്നു, അവർക്ക് ജീവിതമായിരുന്നു പാട്ട്. അവരിത് പാടി ആരും അഭിനയിക്കുകയല്ലായിരുന്നു. ഇന്നത്തെ പോലെ 1ഉം 2ഉം പിള്ളേരല്ല, 4ഉം 5ഉം 6ഉം പെൺപിള്ളേർ, അതിൽ 3ഉം 4ഉം പെൺപിള്ളേർ അല്ലേ. ഇന്നത്തെ പോലെ ഓരോരുത്തർക്കും ഓരോ മുറിയൊന്നുമില്ല. ഉള്ള സൗകര്യത്തിൽ കുഞ്ഞുങ്ങളെ ഇങ്ങനെ നിരത്തി കിടത്തിയിട്ട് നിരത്തി ഇരുത്തും, എന്നിട്ട് ഈ പാട്ട് പാടും. എൻ്റെ സമ്പത്തെന്നു ചൊല്ലുവാൻ യേശു മാത്രം ഇരുത്തി പാടി. കുഞ്ഞുങ്ങൾ ഉറങ്ങിയാലും അവർക്ക് ഉറങ്ങാൻ കഴിയില്ല. അവരവിടെ ഇരുന്നങ്ങ് കരയുവാ. നമ്മളീ പാടുന്ന പോലെ അഭിനയമൊന്നും അല്ലത്. കർത്താവേ, ബാങ്ക് ബാലൻസ് ഇല്ല, വസ്തുവില്ല, കുടുംബസ്വത്തില്ല, 8 പിള്ളേരിൽ 4 പേര് പെൺപിള്ളാരാ, പള്ളിക്കാർ മുടക്കിയേക്കുക. എൻ്റെ സമ്പത്തെന്നു ചൊല്ലുവാൻ വേറെയൊന്നും യേശു മാത്രം. ഹൃദയത്തിൽ നിന്ന് പാടി, എന്നിട്ട് കരഞ്ഞു. ആ കണ്ണുനീരല്ലേ പിള്ളേരുടെ ദേഹത്ത് വീണു.
ആ കണ്ണുനീർ പരിശുദ്ധാത്മാവ് ഒപ്പിയെടുത്തു. ആ കണ്ണുനീര് കണ്ട് ദൈവം തുറന്ന ഉറവയിൽ നിന്നാണ് നീ നിന്റെ തലമുറയിൽ കുടിച്ചുകൊണ്ടിരിക്കുന്നത്. സകല ഉറവയും അടഞ്ഞപ്പോൾ, എല്ലാ വാതിലും അടയപ്പോൾ, നിന്റെ അപ്പൻ നിന്റെ അമ്മ സ്വർഗത്തേക്ക് നോക്കി നെടുവീർപ്പിട്ട് കരഞ്ഞപ്പോൾ തമ്പുരാൻ തുറന്ന ഉറവ കർത്താവിനോട് പറയുന്ന എല്ലാവരുടെയും എല്ലാം തകരും, എല്ലാ വാതിലും അടയും. എന്നാൽ നിന്റെ കണ്ണുനീര് കണ്ട് ദൈവം തുറക്കുന്ന ഉറവ നിന്റെ തലമുറയുടെ കാലത്ത് പോലും അടഞ്ഞു പോകുകയില്ല. കണ്ണുനീരുണ്ടോ? കരച്ചിലുണ്ടോന്ന് ഞാൻ ചോദിച്ചേ. പണ്ട് മുത്തുകുത്തിയ കണ്ണുനീര് ഉറവയുരുന്ന പോലെ അല്ലായിരുന്നോ? കണ്ണീ കുത്തിയാൽ നിനക്ക് കണ്ണുനീരുണ്ടോ? ഇപ്പം എൻ്റെ അർത്ഥം നീ കൃപയെ വളർന്നെന്നല്ല, കൃപയെ തളർന്നെന്നാ. നഷ്ടപ്പെട്ട കണ്ണുനീർ മടക്കി വാങ്ങണം. അവർ പാടി, അപ്പൊ ആ കൂട്ടത്തിൽ പാടിയത് എൻ്റെ ദേശം ഈ ഭൂമിയല്ല, അന്യനായി ഹാമിൻ ദേശം വിട്ടു പോകുന്നു. എൻ്റെ ദേശം ഈ ഭൂമിയല്ല, അന്യനായി ഹാമിൻ ദേശം വിട്ടു പോകും. കയ്യൊന്ന് ഉയർത്തി പിടിച്ചേ. മേലിലേറും ശലേമെന്നെ ചേർത്തുകൊള്ളുവാനൊരുങ്ങി താൻ, മേലിലേറും ശലേമെന്നെ ചേർത്തുകൊള്ളുവാനൊരുങ്ങി താൻ, ശോഭയേറും വാതിലുകൾ എന്നിൽ